എന്താണ് ശാശ്വത ഭഗവത്സന്നിധിയിൽ കുറിച്ച് പോവുക. അതാണ് പരിപൂർണത. ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ആത്മീയവാദികളുണ്ട്, ബ്രഹ്മവാദികളുണ്ട്, മായാവാദികൾ, ജ്ഞാനയോഗികൾ, ഭക്തിയോഗികൾ, എല്ലാവരും ആ ഒരു തലത്തിലേക്ക് എത്തി വരാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താണ് പല വിധത്തിലാണ് നമ്മുടെയൊക്കെ മനോഭാവം തന്നെ പല വിധത്തിലാണ്. അപ്പം അതിന് ഒരാൾക്കായിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ശക്തിയും അതുപോലെ തന്നെ ഭഗവാൻ ആവശ്യവും അല്ലെങ്കിൽ ബുദ്ധി തരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഗ്രഹിക്കണം. പ്രകൃതിക്കാരിലൊക്കെ എല്ലാവർക്കും പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചില പ്രഭാഷണത്തിൽ പറയാറുണ്ട്, നമുക്ക് നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഭഗവാൻ സ്വയം നമ്മുടെ ഹൃദയത്തിൽ വന്ന് അതാണ് സ്വയം ഉപാസിക്കുക. അത് നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ സ്വയം നിലവാക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ അറിയണം ഞാൻ ശരീരമാണ്. നമ്മുടെ ഭഗവത്ഗീതയുടെ നമ്മുടെ ഭക്തിയുടെ ഏറ്റവും പരമമായിട്ടുള്ള എന്ന് പറയുന്നത് ഞാൻ ഒരു ശരീരമാണ്, നമ്മൾ പ്രയത്നിച്ചിരിക്കുന്നു. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ശരീരമാണ് ഞാൻ ആത്മാവാണ്, അതൊരു രണ്ടുമാണ്. ചിലത് പറഞ്ഞു ആരാണെന്ന് വെച്ചാൽ ഞാൻ ഈ ശരീരമാണ്. അജ്ഞത, അജ്ഞതയുടെ ഒരു സമൂഹമാണ് ഇന്നത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളൊക്കെ അംഗീകരിക്കായി, പക്ഷെ നമ്മുടെ അതിന്റെ സത്യത്തെ നമ്മുടെ അംഗീകരിക്കേണ്ടി നമ്മുടെ ശ്രമിച്ചപ്പോഴാണ് അതിന്റെ യഥാർത്ഥ പത്രമാറ്റം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ ആത്മാവെന്നും ശരീരം എന്താണെന്ന് നമുക്ക് അറിയാൻ എത്തിക്കണം. അതാണ് ഭഗവത്ഗീതയിലെ ഭഗവാൻ പറയുന്നത്. അതായത് സ്വന്തം നമ്മളിപ്പം ആ പരിധികളിൽ നിന്ന് കുറച്ചെങ്കിലും ലഭിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ പരമ്പരയെ മനസ്സിലാക്കാനും നമുക്ക് ഭഗവാനെ മനസ്സിലാക്കണം. നേരിട്ട് ഭഗവാനെ മനസ്സിലാക്കാനുള്ള യാതൊരു യോഗ്യതയും നമ്മളിൽ ആർക്കുമില്ല. അപ്പോ അതീന്ദ്രിയ സാക്ഷാത്കാരം എന്ന് പറയുന്നത് അത് ഏറ്റവും ഉന്നതമായ തലത്തിലാണ്. അപ്പൊ അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്രാപ്യമാണ്. പക്ഷെ എന്നാൽ പോലും മനുഷ്യരെ ഈ ഭൗതിക ലോകത്ത് സാധാരണ മനുഷ്യരെ ആഹാരനിദ്ര, ഭയം, ഈ 4 കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. പക്ഷേ അത് മനസ്സിലാക്കില്ല. സമൂഹത്തിൽ തീർത്ഥം എല്ലാവർക്കും ഉള്ളതാണ്. ഒരിക്കലും പോലും അങ്ങനെയാണ്. പക്ഷെ നമ്മളെ മനുഷ്യൻ എന്ന ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ സമൂഹത്തെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന എന്താണ് മേഘ. അപ്പൊ അതാണ്. അപ്പൊ നമ്മുടെ ആ ജന്തു സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ലഭിക്കാനും അല്ലെങ്കിൽ ഭക്ഷണം ഇത്ര സ്വയംഭൂർത്തി അല്ല ഇത് ലക്ഷ്യം. അതിനകത്ത് നമുക്ക് ഭൗതിക സന്തോഷത്തിന്റെ പിന്നാലെ അല്ല, നമുക്ക് ആത്മീയമായിട്ടുള്ള ആത്മീയ ജ്ഞാനത്തിൽ കൂടി നമുക്ക് അതിന്റെ ആനന്ദം അനുഭവിക്കാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ചു വരികയാണ്. ലോകത്തിൽ പഠിക്കേണ്ടി ശ്രമിക്കുന്നവരാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളത് പറയുന്നത് അതിന്റെ ജ്ഞാനത്തിൽ പൗരാണ് വളരെ മൂല്യാന്തമാണ്, വളരെ ബുദ്ധിമുട്ട്. അതാണ് ആയിരക്കണക്കിന് 1000 വലുതായി 10,000 വളരെ കുറവാണ് വരാനായി. അപ്പോ അങ്ങനെ ഭഗവത്ഗീത നമ്മുടെ ഒരുപാട് പരിഗണിച്ച് ഓരോ പ്രാവശ്യം 30 വർഷങ്ങൾ ഭഗവത്ഗീത വായിക്കുന്നതാണ്. അതിനകത്ത് നമ്മൾ ഓരോ ദിവസം വായിക്കുമ്പോഴും അതിനകത്ത് ഓരോ ജ്ഞാനം നമുക്ക് അനുഭവം. അപ്പോ ആത്മസാക്ഷാത്കാരം, എന്താണ് ആത്മസാക്ഷാത്കാരം? നമ്മൾ ആത്മാവിനെ സാക്ഷാത്കാരം നമ്മൾ സാധാരണ ആൾക്കാർ ശരീരത്തെയാണ് സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത്, ശരീരത്തെയാണ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അഥവാ ശരീരത്തെ സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. സന്തോഷം എവിടെ കിട്ടുമെന്ന എല്ലാ മൃഗങ്ങളായാലും മനുഷ്യരായാലും ആഗ്രഹിക്കുന്നത് അതാണ്. പക്ഷേ ബുദ്ധിയുള്ള ആൾക്കാരെ, വിവേകമുള്ള ആൾക്കാരെ, മേധാവെന്ന് വിളിക്കുന്ന ആൾക്കാരെ അവരെന്താ ചെയ്യുന്നത്? അവരുടെ ആത്മാവിനെ, അതായത് ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ പരമാത്മ സാക്ഷാത്കാരം, ഇതാണ് പരമാത്മ സാക്ഷാത്കാരം. നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന പരമാത്മ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ജ്ഞാനിയോഗം,
ചില ജ്ഞാനിയുടെ സാക്ഷാത്കാരം ജ്ഞാനികളുടെയും അതുപോലെ ജ്ഞാനികളുടെയും സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക. പിന്നെ ആത്മാവെന്താണ്, പദാർത്ഥം എന്താണ്? പദാർത്ഥം നമ്മുടെ ശരീരം അത് ഭൗതിക നിർമ്മിതമാണ്, അത് നശിച്ചു പോകുന്നതാണ്, പക്ഷെ നശ്വരമാണ്. നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് ആത്മാവെന്താണ്, പദാർത്ഥം എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അത് അറിയൽ അതാണ് അത് അതീതിയെ ജ്ഞാനത്തിന് താല്പര്യത്തിലേക്ക് അന്വേഷിക്കുന്നതൊക്കെയാണ്. അപ്പൊ കൃഷ്ണാവബോധം മാത്രമേ എന്താണ് കൃഷ്ണാവബോധം? ഭഗവാനെ കുറിച്ചുള്ള എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക. ഭഗവാൻ ഭക്തന്മാരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുക, സത്സംഗത്തിൽ നമ്മൾ ഇതൊരു സത്സംഗത്തിലാണ്. സത്സംഗത്തിലൂടെയാണ് നമ്മൾക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒറ്റയ്ക്കിരുന്ന് വെറുതെ ഊഹാപോഹങ്ങളെ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും. ജമായ പറഞ്ഞ ജ്ഞാനങ്ങൾ പഠിച്ചതിന് മനസ്സിലാക്കിയതിനു ശേഷം ഭഗവാൻ അങ്ങനെയായിരിക്കും. അത് ഈശ്വരൻ എന്ന് പറയുന്നത് ഈശ്വരൻ എന്ന് അവർ പറയില്ല. പരമസത്യം, നിവേശ സത്യം, നിർഗുണ ബ്രഹ്മം, പരബ്രഹ്മ സത്യം, ബ്രഹ്മം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ അതിന് ഇല്ല, അത് വെറും ഒരു എന്താ പറയാ ലൈറ്റാണ്, വെറും ഒരു പ്രകാശം, ഒരു പ്രഭ മാത്രമേ അക്ഷരം സങ്കല്പത്തിലുള്ളൂ. ഈശ്വരൻ ഭഗവാൻ പറയുന്ന ആൾ എന്താണ്? ബ്രഹ്മേരി പരമാത്മേരി ഭഗവാൻ സത്യം. എന്താണ് ബ്രഹ്മേരി എന്ന് പറഞ്ഞാൽ? ബ്രഹ്മം, ബ്രഹ്മത്തെ അറിയുക. ബ്രഹ്മത്തിൽ ഉദ്ദേശിക്കുന്നത് പരമസത്യത്തെയാണ്. ബ്രഹ്മേരി പരമാത്മീയ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുക. അതാണ് ജ്ഞാനയോഗങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഭഗവാൻ എന്താണ് ഭഗവത് ഐശ്വര്യങ്ങൾ ഉടമസ്ഥിതിക്കുന്ന ആളാണ് ഭഗവാൻ അല്ലെ. ആ ഷഡൈശ്വര്യങ്ങൾ ഉടമസ്ഥിതിക്കുന്ന ഭഗവാൻ പരിപൂർണതാണ്. ഭഗവാന്റെ ഏറ്റവും ഉന്നതമായ ആ ഒരു സാക്ഷാത്കാരം ഭഗവാൻ സാക്ഷാത്കാരമാണ്. അപ്പൊ അങ്ങനെ അവർക്ക് വേണ്ടിയാണ് കൃഷ്ണാവബോധം. അപ്പൊ കൃഷ്ണാവബോധം ഉള്ളത് മാത്രമേ ഭഗവാനെ അറിയാൻ കഴിയൂ. എന്താണ് പരമാത്മാവെന്താണ് ഗ്രഹിക്കുന്നത്, ബ്രഹ്മമെന്താണ്, പരമാത്മാവെന്താണ്, ഭഗവാൻ ആരാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ അവർ വേർതിരിച്ചറിയാൻ, ആത്മാവെന്താണ്, പദാർത്ഥം എന്താണ്, ഇതിനൊക്കെ വേർതിരിച്ചറിയാനുള്ള ശക്തി ആർക്കുണ്ട്? കൃഷ്ണാവബോധത്തിലുണ്ട്. അതീതിന്റെ ജ്ഞാനികൾക്ക് അവർക്ക് അവ്യക്തത ബ്രഹ്മസാക്ഷാത്കാരം കിട്ടാൻ പറ്റുമുണ്ട്. കൃഷ്ണനെ അറിയുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസം കുറഞ്ഞതാണ്. പക്ഷെ അവർക്ക് കുറഞ്ഞു തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നവർ, കൂടുതൽ ജ്ഞാനത്തിൽ ഇരുന്ന് വർഷങ്ങളോളം ഈശ്വരനെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷാവഗമം കർമ്മ്യം സുസുഖം കർത്തുമൊക്കെ. എന്താണത്? വളരെ ഈസിയാണ്, മനസ്സിലായി, അവർക്കും ഈസിയാണ്. പക്ഷെ ഭഗവാൻ പറയുന്നത് എന്താണ്? അതിൽ കുറെ കഠിനമായ തപശ്ചര്യകൾ സാക്ഷാത്കരിക്കേണ്ടി. പക്ഷെ കൃഷ്ണാവബോധം എന്നതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? രാജവിദ്യ ഉത്തമം സുസുഖം ഭക്ഷണം വളരെ ഈസിയാണ്, വളരെ പ്രയാസമാണ്. ഈസിയാണ് ചിലപ്പോൾ പറയും നമുക്ക് അതുകൊണ്ടാണ് ഇത് വരാത്തത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ കുറച്ച് ആൾക്കാർക്കൊക്കെ അതിന് മനസ്സിലാക്കാനും അതൊക്കെ സാക്ഷാത്കരിക്കാനൊക്കെ പറ്റുന്നത്. എല്ലാവർക്കും എന്തുകൊണ്ട് പറ്റില്ല? കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? ഇതിനേക്ക് അങ്ങനെയൊക്കെ ഹോസ്പിറ്റൽസ് ഒക്കെ ചെയ്യുക, വേദാഭ്യസിക്കുന്ന ഞങ്ങൾ പൊതുവായിട്ട് സംസാരിക്കായിരുന്നു. വേദാഭ്യസിക്കുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാവർക്കും എന്താണ് വിഷയ, അതായത് എഴുതാൻ കഴിഞ്ഞി വിഷയസുഖം നമ്മുടെ ആചാര്യന്മാര് പറയുന്നത്, ഭാഗവത പറയുന്നത് എന്താണ്? അത് വിഷയസുഖം എന്ന് പറയുന്നത് വ്യക്തിജന്മത്തിനും ലഭ്യമാണ്. പക്ഷെ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് അത് ലഭ്യമല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് പരമപുരുഷനാണ് ഭഗവാൻ. അതുപോലെ തന്നെ ബ്രഹ്മ പരമാത്മ വിജ്ഞാനങ്ങൾക്ക് അധികനാണ്. ഈശ്വരനെ അറിയണമെന്നുണ്ടെങ്കിൽ ഗുഹാകൂടെ പോയാലോ ശുഷ്കമായ വാദൊന്നും കിട്ടുന്നതല്ല ഭഗവാൻ. ഭഗവാനെ പരിശുദ്ധമായ പ്രേമം അല്ലെങ്കിൽ പരിശുദ്ധമായ ഭക്തി എന്താണ് ഭഗവാൻ പറയുന്നത്? ഈ സ്നേഹത്തോടുകൂടി എനിക്ക് വലിയോ ജനമോ കടന്നു തന്നാൽ ഞാൻ ഭഗവാൻ എന്താ പറയുന്നത്? പാപഗ്രഹി ജനാർദ്ദനൻ. അദ്ദേഹത്തിന്റെ പത്നിയുടെ ഭഗവാൻ കൊടുത്തത് കാരണം അവരുടെ ഭാവം അതാണ്. ഭഗവാനാണ്. ഇതിൽ വന്ന് നോക്കുമ്പോൾ ഇതിനെ പറ്റി ഭഗവാനെ സ്വരൂപം
ഒക്കെ വിളിച്ചിട്ട് ആ ഒരു പറഞ്ഞിട്ട് ഭഗവാനെ തന്നെയാണ് തന്നെ. അതാണ് പ്രേമാചന ചിന്ത ഭക്തി. അപ്പൊ ആ പ്രേമത്തോടുകൂടി ഉള്ളിലെല്ലാം ഭഗവാനും വളരെ സ്നേഹത്തോടും ഭഗവാന്റെ സ്നേഹം ഭക്തന്മാരോടും ഭാവവിധി ഭഗവാൻ ആ ഭാവത്തെയാണ് ഭഗവാൻ വഴത്തിന്റെ ടേസ്റ്റും ടേസ്റ്റും അൽപായസത്തിന്റെ ടേസ്റ്റും എല്ലാം ഒരേപോലെയാണ്. ആരാണ് അവിടെ ഭക്തി ഭക്തം? ഈ ഭക്തിയോടുകൂടി എനിക്കൊരു ഫലമോ ജലമോ പൂവോ നിശ്ചയങ്ങളത്. പക്ഷെ അതീന്ദ്രിയ ജ്ഞാനം അവർ അതീന്ദ്രിയ തലത്തിലൊക്കെയാണ് ജ്ഞാനയോഗികളും എന്താ പറയാ ഭക്തി യോഗികളും ജ്ഞാനയോഗികളും ജ്ഞാനയോഗികളും. പക്ഷെ എന്നാൽ പോലും അവരിങ്ങനെ അതൊന്നും ചെയ്യുന്നില്ല. ഭഗവാന് വേണ്ടി ചെയ്യുന്ന സേവനമാണ് ഭക്തിയുടെ സേവനം. അത് പ്രേമത്തോടെ വെറുതെ സേവിക്കാറില്ല, പ്രേമത്തോടുകൂടി നമ്മൾ സേവിക്കണം ഭഗവാൻ. അപ്പൊ അതാണ് ഭഗവാനോടുള്ള നമ്മുടെ സ്നേഹം, ആദരവ്, ആരാധന. അതായത് ആരാധ്യോ ഭഗവാൻ ബ്രജേന്ദ്ര തനയനാമ വൃന്ദാവനം രമ്യാഹർഷി ഉപാസന വർഗീയ ഭാഗിക്കുക. അതായത് 5 കാര്യങ്ങളാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഉന്നതമായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന 5 കാര്യങ്ങൾ. ഏതൊക്കെയാണ്? ആരാധ്യോ ഭഗവാൻ ബ്രജേന്ദ്ര തനയസ്, ഭഗവാൻ ബ്രജനന്ദനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ആരാധന. രണ്ടാമത് ആരാധ്യോ ഭഗവാൻ ബ്രജേന്ദ്ര തനയസ് ധാമ വൃന്ദാവനം, ഭഗവാന്റെ വൃന്ദാവന ധാമമാണ് ഏറ്റവും നമുക്ക് ആരാധിക്കാൻ. വൃന്ദാവനം പോയിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും പോയി, എല്ലാവരും പോകണം. നമ്മുടെ ഈ ലൈഫിലൊക്കെ വിശേഷിച്ച് നമ്മള് ഈ ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് വൃന്ദാവനം സന്ദർശിക്കും. കാരണം ഭഗവാന്റെ നമ്മുടെ ഭഗവാൻ വന്ന ഭൂമിയിൽ ലീലയാടിയ സ്ഥലമാണ് വൃന്ദാവനം. അതാണ് ഏറ്റവും ആരാധനമായിട്ടുള്ള ധാമം എന്ന് പറയുന്നത്. നമുക്ക് ഗോലോകത്തിലൊക്കെ പോയി ശരീരം ഉപയോഗിച്ചിട്ട് പോകാൻ ശരീരത്തോടു കൂടി പോയി അവിടുത്തെ ഭഗവാൻ ലീലകളാടിയ ആ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാൻ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഭാവം ഇതാണ് ഭഗവാനോട് കൂടുതൽ നമുക്ക് കുറച്ച് പരിശുദ്ധി വന്നു. നമ്മുടെ പൂജയും ആ മണ്ണിൽ ശബ്ദയും അതുപോലെ തന്നെ ആ ഭഗവാന്റെ ലീലകളൊക്കെ പ്രവർത്തിക്കും. രാവിലെ എന്താ വെക്കട്ടെ, വൃന്ദാവനത്തിന്റെ അപ്പൊ അതൊക്കെ നമ്മൾ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാല് വൃന്ദാവനത്തിൽ ഭഗവാന്റെ ലീലകളിലേക്ക് അതാണ് പറയുന്നത്. പിന്നെ രമ്യ പർശി ഉപാസന ബ്രഹ്മദ്വാരാണ് അവരെപ്പോഴും എന്താ ചെയ്യുന്നത്? അവരുടെ ആരാധനയാണ് ഏറ്റവും ഉപാസന, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉപാസന. നമ്മുടെയൊക്കെ ഉപാസന എന്ന് വെച്ചാൽ നമ്മളുടെ വലിയ നമ്മൾ കൂട്ടിക്കലർത്തിയാണ് നമ്മുടെ ഭഗവാന്റെ നമ്മുടെ ആരാധന എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മുടെ പ്രോസസ്സാണ്. എന്നുവെച്ചാൽ അത് പരിശുദ്ധീകരിക്കാനുള്ള പ്രക്രിയയാണ്. പക്ഷെ ബ്രജഭക്തി ചെയ്യുന്ന ഗോപകന്യകമാര് അവർക്ക് ഭഗവാനുള്ള സ്നേഹം, അവർക്ക് ഭഗവാനുള്ള ആരാധന, ഭഗവാനുള്ള പ്രേമം ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഈവൻ നാരദമുനി നമ്മളെ പറയും. നാരദമുനി ഭയങ്കര പഠനം, അദ്ദേഹത്തെക്കാട്ടും ശ്രേഷ്ഠമായിട്ടുള്ള ആരാധനയാണ് ഉച്ചമാരാധന. പിന്നെ ശ്രീമദ് ഭാഗവതം പ്രമാണം അമരം, അതായത് ശ്രീമദ് ഭാഗവതമാണ് ഏറ്റവും ആരാധനമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയുന്നതാണ്. ശ്രീമദ് ഭാഗവതം വായിക്കണം. നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ ഭാഗവതം ശ്രവിക്കുകയും ചെയ്യണം. ശ്രവണമാണ് ആദ്യം പറയുന്നത്. ശ്രീമദ് ഭാഗവതം ശ്രവിക്കണം, അതുപോലെ ഭഗവത്ഗീത പഠിക്കണം. പിന്നെ അതായത് നമ്മുടെ പ്രേമാർത്ഥം അർത്ഥം എന്ന് വെച്ചാൽ എന്താണ്? ജീവിത ലക്ഷ്യം. ജീവിത ലക്ഷ്യം എന്താണ് എഴുതുന്നത്? പ്രേമം, അതായത് കൃഷ്ണപ്രേമം നേടുക എന്നുള്ളതാണ്. കൃഷ്ണപ്രേമം എല്ലാവർക്കും കൃഷ്ണപ്രേമം. അപ്പൊ അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. നമുക്ക് ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ പൊതുവെ ബാഹ്യദൃഷ്ടിയാ കാണും. പക്ഷെ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം? മറ്റൊക്കെ ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ്, അതൊക്കെ ഏതെങ്കിലും ഇങ്ങനെ നടത്തുന്നു. പക്ഷെ ഇത് വളരെ ബുദ്ധിമുട്ടാണ് കൃഷ്ണപ്രേമം സിദ്ധിക്കുക എന്നത്. അപ്പൊ ആ കൃഷ്ണപ്രേമം സിദ്ധിക്കുക എന്നതാണ് ഏറ്റവും വലിയ എന്താണ് അർത്ഥം, ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം അതാണ്. അപ്പം നമ്മുടെ ചൈതന്യ മഹാപ്രഭു ഈ 5 കാര്യങ്ങളാണ്
അദ്ദേഹത്തിന്റെ ചൈതന്യ മത്ത മനുഷ എന്ന ബുക്കിൽ അദ്ദേഹം ഉയർത്തിച്ചിട്ടുള്ള 5 കാര്യങ്ങളാണ് ഞാൻ ഇതൊക്കെയാണ്. ആരാധന ഭഗവാൻ, ഭഗവാനെ പിന്നെ വൃന്ദാവന നാമം, പിന്നെ വൃന്ദവാസികളായ കന്യകമാരുടെ ആരാധന, പിന്നെ 4 ശ്രീമദ് ഭാഗവതം, 5 കൃഷ്ണ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. കാരണം ഇതൊക്കെ ഇതിൽ കൂടിയാണ് നമുക്ക് സാധ്യമാകുന്നത്. നമ്മുടെ കൃഷ്ണാവലോകത്തിൽ കൂടി നമ്മുടെ ഭക്തി ഉയർത്തി കൊണ്ടുവരുന്നതോറും നമ്മൾക്കിതൊക്കെ എന്താണ് സ്വാഭാവികമായിട്ട് നൈസർഗികമായിട്ട് വന്നു ചേരും. ഭക്തിയില്ലാത്തവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുമോ? ഒരിക്കലും പ്രയാസമാണ്. കാരണം എന്താണ്? സേവനത്തിന്റെ വഴി അത്ര എളുപ്പമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും നമുക്ക്, കാരണം നമ്മുടെ ഭൗതികമായ അന്തരീക്ഷത്തിലാണ്, ഭൗതികമായ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ പ്രയാസങ്ങൾ ഓരോരുത്തരെ അറിയാമെന്ന് പറയും. കാരണം എന്താണ്? വീട്ടിലെ പ്രശ്നങ്ങൾ പലർക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് സ്പൗസ് സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല, മാതാപിതാക്കളുടെ അവർക്ക് പിന്നെ മക്കള് എല്ലാം കൊടുക്കണം, ഞാൻ എന്താ ചെയ്യേണ്ടത് കൊടുക്കുന്നു. അവരുടെ മക്കളൊക്കെ കല്യാണം കഴിച്ച് നമുക്ക് ഭഗവാന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പൊ അതേപോലെ നമുക്ക് വളരെ മഹത്തന്മാർക്കാണ് ഭക്തത്തെ പരിശീലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഭഗവാൻ അതുകൊണ്ടാണ് ഇതൊക്കെ വളരെ നിഷ്പ്രയാസമാണ്. സുഖപ്പർത്തും അവ്യയം, വളരെ അവ്യയമാണ്. അവ്യയം ഒരിക്കലും നശിക്കാത്തതാണ് കൃഷ്ണാവബോധം അല്ലെങ്കിൽ ഈ ജ്ഞാനം എന്ന് പറയും. അപ്പൊ അത് ഭക്തിമാർഗം ശ്രദ്ധിച്ച് സുഗമമായിരിക്കും, വളരെ നേർത്തതാണ്, വളരെ സുഗമമാണ് ഭക്തിമാർഗം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ നിയമങ്ങൾ, നമുക്ക് ഇത്ര നിയമങ്ങളുണ്ട്, 4 നിയമങ്ങൾ നമ്മൾ പാലിക്കണം. അപ്പൊ അങ്ങനെ ആ നിബന്ധനകളോടുകൂടി നമ്മൾ ചെയ്യുമ്പോഴാ, അല്ലെങ്കിൽ ഇത് പരിശീലിക്കുന്ന വർഷം നമുക്ക് എന്താണ് ആ ഒരു ഉന്നതമായ കാലക്രമേണ എന്താണ് നമുക്ക് ആ ഒരു അല്ലെങ്കിൽ ആ ഒരു വഴിയിലേക്ക് നമുക്ക് വരാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പം നമ്മള് എന്താ പറയാ ഭക്തിയുടെ സേവനം എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചില പ്രഭാത പറയുന്നുണ്ട്. അതെല്ലാം കൂടെ പോരടിക്കും. അപ്പോ പറഞ്ഞതനുസരിച്ച ഭഗവാനെ സാധാരണഗതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് നേരത്തെ തന്നെ പറഞ്ഞത്. അപ്പൊ യശോദാപുത്രനായിട്ടോ അല്ലെങ്കിൽ അർജുനന്റെ തേരാളിയായിട്ടോ ഒക്കെ മനസ്സിലാക്കാൻ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരാളിൽ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അർജുനന്റെ തേരാളിയായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭക്തി കൊണ്ടാണ്. അതുപോലെ യശോദാമയ്യ പുതുതായിട്ട് വന്ന എങ്ങനെയാണ്? യശോദാമയ്യ എപ്പോഴും അലർട്ടാണ്. എന്റെ പുത്രൻ എപ്പോഴും അവിടെ ആരും എപ്പോഴും അസുരന്മാര് വരും, അല്ലെങ്കിൽ എന്റെ മക്കൾ ഈ ആര് അമ്മമാരും അങ്ങനെ തന്നെയാണ്. പക്ഷെ യശോദാമയ്യ വളരെ എക്സ്ട്രാ കെയറായിരുന്നു. അതുപോലെ തന്നെ അർജുനൻ അത് കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവില്ലോ. അർജുനന്റെ മടിയില പിന്നെ കൃഷ്ണന്റെ മടിയിൽ അർജുനൻ തലവിച്ചുറക്കുമ്പോഴാണ് നാരദമുനി വന്ന് നോക്കുമ്പോഴാണ് കൃഷ്ണന്റെ മടിയിൽ അർജുനൻ തലവിച്ചുറക്കുന്നോ? എന്താണ് അർജുന നീ കാണിക്കുന്നത്? ഭഗവാന്റെ മടിയിൽ നീ തലവിച്ച് കിടന്നുറങ്ങിയോ? അപ്പം കൃഷ്ണൻ പറഞ്ഞു അവനെ ഉണർത്തരുത്. അതൊക്കെ വളരെ സുഖമായിട്ടാണ് അവനെ ഉണർത്തരുന്നത്. അപ്പൊ അദ്ദേഹം ആ ഒരു താഴെ മുടി കിടന്നെടുത്ത് നാരദമുനിയുടെ കൈ കൊടുത്തിച്ച് പറഞ്ഞ് ശരിയും വെച്ച് നോക്കാൻ എന്താ പറഞ്ഞ ശ്രീകൃഷ്ണ ശരണം മമ. ശ്രീകൃഷ്ണ അത് സ്പന്ദിക്കുകയാണ്. ഒരു തലമുടി നാരില പോലും സ്പന്ദിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ഭഗവാന്. അതാണ് അർജുനൻ, അതാണ് ഭക്തൻ എന്ന് പറയുന്നത്. അപ്പം സാധാരണ ആൾക്കാര് ഈ അവ്യക്തത ബ്രഹ്മം സാക്ഷാത്കാരം, പരമാത്മ സാക്ഷാത്കാരം ഒക്കെ നേടുന്നവർക്ക് ആർക്കും സിദ്ധിക്കുന്നതല്ല. ഭക്തിയോഗി എന്തുകൊണ്ടാണ് ഭക്തിയോഗം ഇതെല്ലാം കഴിഞ്ഞിട്ട് 9ാമത്തെ അധ്യായത്തിലാണ് ഭക്തിയോഗം ഭഗവാൻ തന്നിരിക്കുന്നത്. ഇതാണ് അതിനകത്ത് ഭഗവാൻ എന്താണ് പറയുന്നത്? ഒരു കാര്യവും നമുക്ക് ഒരുപാട് നിഷ്കർഷയൊന്നുമില്ല. നീ ഹിമാലയത്തിൽ പോകണമെന്നോ, അല്ലെങ്കിൽ നീ ഒറ്റക്കാലത്ത് അവസാനിപ്പിക്കണമെന്നോ, നീ വെള്ളത്തിലടുത്ത് തണുപ്പ കാലത്ത് വെള്ളത്തിലടുത്ത് എന്റെ നാമം ജപിക്കണമെന്നോ ഒന്നുമല്ല പറയുന്നത്. അല്ലേ? എന്താ പറയുന്നത്? മന്മനാഭവ എന്റെ ഭക്തനാണ്, അധ്യാത്മീമാം നമസ്കരി, എന്നെ നമസ്കരിക്കും. വളരെ ഈശ്വരുടെ കാര്യമല്ലേ? ഇത്ര പേർക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു ഭഗവാനെ നമസ്കരിക്കാനും അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തനാകാനും ഇതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നുണ്ട് എന്റെ യഥാരൂപത്തിൽ എന്നെ ആരും മനസ്സിലാക്കുന്നു. അപ്പൊ യഥാർത്ഥ രൂപമാണ്, അതാണ് പരമദിവ്യതമ പുരുഷൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ അറിയുന്നത് ആർക്ക് പറ്റും? മഹാത്മാസു ദുർലഭ ഭാഗ്യവാൻ
വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. അതായത് ഒരുപാട് അനേക ജന്മങ്ങൾക്ക് ശേഷം നമുക്ക് ഈ കുറെ കാലം മനുഷ്യനെ കിട്ടി കഴിയുമ്പോൾ പാപങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അധോലോകത്തിലേക്ക് എത്തും. അധോലോകത്തിലേക്ക് പോയി കുറെ കീടങ്ങളൊക്കെ ആയിട്ട് കുറെ കാലത്തൊക്കെ ജ്ഞാനപാനികൾ എന്ന് പറയുന്നുണ്ട്. കീടങ്ങളായിട്ടൊക്കെ ശേഷം നമുക്ക് ഒരു പെട്ടെന്ന് രഹസ്യം കിട്ടുന്നത് മനുഷ്യനാണ്. ഭഗവാന്റെ കാര്യമാണ്. അതായത് കർമ്മണ ദൈവവിഗ്രഹണ ആ രീതിയിൽ നമുക്കൊരു ജന്മം കിട്ടും. അതാണ് അങ്ങനെ കിട്ടിയതാണ് മനുഷ്യൻ. കഴിഞ്ഞ ആരംഭത്തിലായിരുന്നു. അപ്പൊ അതിനുശേഷം നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടുമ്പോഴാണ് നമ്മൾ ആ ജന്മത്തിൽ ഭഗവാനെ മനസ്സിലാക്കിയില്ലെങ്കിൽ അതാണ് വിഗ്രാം ജന്മനാമേ. അപ്പൊ അങ്ങനെ മനുഷ്യന്റെ ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യജന്മം കിട്ടി നമ്മുടെ വരുമ്പോഴാണ് ആ വാസുദേവ സർവം എല്ലാം വാസുദേവനാണ്, എല്ലാം ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുന്ന ആരെങ്കിലും അവിടെയാണ് മഹാത്മാക്കൾ. വേറെ ആരെയും മഹാത്മാവ് ഒത്തിരി കൊടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം മഹാത്മാവ് എന്ന് വെച്ചാൽ എന്താണ്? സാധാരണ ആത്മാവല്ല, മഹാത്മാവാണ്. ഇപ്പൊ മഹാമന്ത്രം എന്ന് പറയുന്നതാണ് ഹരികൃഷ്ണമന്ത്രത്തിന്. അത് സാധാരണ മന്ത്രമല്ല അല്ലേ? എല്ലാ മന്ത്രത്തിനും നമ്മൾ മന്ത്രം മന്ത്രം എന്നൊക്കെ പറയും. പക്ഷെ ഹരേ കൃഷ്ണ മന്ത്രത്തെ എന്തിനാണ് മഹാമന്ത്രം എന്ന് വിളിക്കുന്നത്? അത് ശ്രേഷ്ഠതയാണ്. ആ മന്ത്രത്തിന് പേര് വേറെ ഒത്തിരി ഒരു മന്ത്രങ്ങളുണ്ട്. അപ്പൊ അതേപോലെ അത്തരം മഹാത്മാക്കൾ, അതേപോലെയാണ് മഹാത്മാക്കൾ. അവര് ഭൗതിക ലോകത്ത് വന്ന് ഭഗവാനാണ് എല്ലാ സാക്ഷി, അല്ലെങ്കിൽ ഭഗവാനാണ് എല്ലാത്തിന്റെയും വെറുതെ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരൻ. നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ ഭക്ഷിക്കുന്നത് പരിപാടിയാരാണ്? ഭഗവാനാണ്. അപ്പം ഭഗവാനെ ഭക്തിപൂർവ്വം സേവിക്കുന്നവർക്കൊഴികെ ബാക്കി ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരുപാട് ശ്ലോകങ്ങളൊക്കെ പറഞ്ഞു ഒരുപാടാണ്. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് സർവവ്യാപിയാണ്, സർവശക്തനാണ്, സർവകാരണങ്ങൾക്കും കാരണമുള്ളതാണ്. ഭഗവാന്റെ എല്ലാ കർമ്മങ്ങളും അചിന്ത്യമാണ്, അചിന്ത്യ ഗുണസ്വരൂപം. ഭഗവാൻ അചിന്ത്യമായ ഗുണസ്വരൂപമുള്ള ആരാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള അചിന്ത്യങ്ങളുമായിട്ടുള്ള ഗുണങ്ങളുടെ പ്രഭാവം, ഐശ്വര്യം, യശസ്, ശക്തി, സൗന്ദര്യം എന്നാണ് നമ്മൾ ഐശ്വര്യം പറഞ്ഞത്. അപ്പൊ അതൊക്കെ കുറച്ചെങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമേ കഴിയൂ. അപ്പൊ അതിന്റെ കാരണം എന്താണ്? അതിനും കാരണമുണ്ട്. നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനുള്ള മനസ്സിലാക്കാനുള്ള കാരണം അതായിരുന്നു നമ്മുടെ ഭക്തസംഘത്തിൽ കൂടി. ഭക്തിയുടെ ഒരു അംഗമാണ് ഭക്തസംഘം എന്ന് പറയുന്നത്. ഭക്തിക്ക് കാരണം ആരാണ്? ഭക്തി. ഭക്തിക്ക് കാരണം ഭക്തി തന്നെ. പഴുത്ത മാമ്പഴത്തിന് കാരണം എന്തുവാ? പച്ചമാമ്പഴം അല്ലേ? പച്ച മാമ്പഴമാണ് പഴുത്ത മാമ്പഴത്തിന് പേര് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഭക്തി എന്ന് പറയുന്ന പേര് എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനാണ്, ഭക്തിയാണ്. അപ്പൊ ഭഗവാൻ, ഭക്തി, അതുപോലെ തന്നെ ഭക്തൻ, ഇതെല്ലാം റിലേറ്റഡ് ആണ്. അപ്പൊ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മസാക്ഷാത്കാരമുണ്ട്, പരമാത്മാ സാക്ഷാത്കാരമുണ്ട്. ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഭഗവാനെ സാക്ഷാത്കരിക്കുന്ന ഭഗവാന്റെ അത്യുത്തമന്മാരായിട്ടുള്ള ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാൻ ആരാണ് ഭക്താന അഭി ജാനാണ്. ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീതയില ഭക്തി കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പം ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ ആയാലും അതുപോലെ പരമാത്മ സാക്ഷാത്കാരത്തിന്റെ എല്ലാം പരമകാഷ്ഠയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അഥ ശ്രീകൃഷ്ണൻ ആമാദി ന ഭവേന്ദ്രാഹ്യമിന്ദ്രിയേതി സേവോന്മുഖേതി വിവാദോ സ്വയമേവ. അദ്ദേഹത്തിൽ സ്ഥൂലേന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പ്രേമപൂർവ്വം ഭഗവാനെ ആരാണ് സേവിക്കുന്നത്? ഭഗവാൻ അവരോട് യഥാമി ബുദ്ധിയോഗം, അവർക്ക് എന്നെ പ്രാപിക്കാനുള്ള ബുദ്ധി ഞാൻ തരും. അപ്പൊ അങ്ങനെയുള്ളവരുടെ കരുണ തോന്നും. അപ്പൊ അദ്ദേഹം ഭഗവാൻ സ്വയം വെളിപ്പെടുത്തി കൊടുക്കും. ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ലോകമായി എങ്ങനെയാണ് ലോകമായി എന്ന കർഷൻ കൊണ്ട് മൂടപ്പെട്ടില്ല. അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. ലോകമായി അവിടെ വെച്ച് കർഷൻ തിരിച്ചു നമ്മുടെ വീട്ടിലെ പട്ടണ ദിവസങ്ങളെ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ഭഗവാനെ സേവിക്കാത്തവർക്ക് സ്ഥൂലേന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ നോക്കിയാൽ കാണില്ല. നിങ്ങൾ ഭഗവാനെ കണ്ടു ചില കൃപാകളുണ്ട്. ഒരാൾ കണ്ടിട്ടില്ല, നിങ്ങൾ ഭഗവാനെ കണ്ടു. നിങ്ങൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഭഗവാനെ കാണണം. അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്.
നമ്മുടെ ഹൃദയത്തില് ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിയും ആദരവും എല്ലാം അടിക്കടി വർദ്ധിച്ചു വരണം. എങ്ങനെയാണ് അതിന്റെ കാരണം എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്? നന്നായിട്ട് നാമം ജപിക്കുക. ഭഗവാന്റെ തിരുനാമം ശ്രദ്ധയോടെ, ഭക്തിയോടെ, അതുപോലെ തന്നെ പ്രേമത്തോടെ, നിഷ്കർഷയോടെ. എങ്ങനെ എഴുന്നേറ്റിരിക്കണം? എങ്ങനെ എഴുന്നേറ്റിരിക്കണം? രാവിലെ ജപിച്ച് കേൾക്കും. അങ്ങനെയൊന്നുമല്ല, നിഷ്കർഷയോടുകൂടി തന്നെ അതിനൊക്കെ നിഷ്കർഷ അതൊക്കെ തന്നെയാണ് തപശ്ചര്യകൾ. ഏകാദശി പ്രധാനിക്കുന്നതും എല്ലാം തന്നെ. അപ്പം അത്രയൊക്കെയാണ് ഈ ശ്ലോകത്തിന്. അപ്പം എന്താണ് പറഞ്ഞത്? മനുഷ്യാണാം സഹസ്രേഷു കർച്ചിത് സിദ്ധയെ യഥാമി സിദ്ധാന. അതായത് ഇതിലേതൊക്കെ അറിയുന്നില്ല, നമ്മൾ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാലം നമുക്ക് ആ ഒരു വിശ്വാസത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. ഭഗവാൻ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ പറ്റും, ഒരിക്കലും ഈ സമയം കിട്ടും, തീർച്ചയായിട്ടും എനിക്ക് ഭഗവാന്റെ ഭക്തി കിട്ടും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ, ആചാര്യന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, നമ്മുടെ പരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ മാതാജി, ഒരു മിനിറ്റ്. എന്റെ ഓൺലൈനിൽ ഒരു 10-15 പേര് ഇപ്പോഴുണ്ട്. അവരോട് മാതാജി അവർക്കൊന്ന് അനുഗ്രഹം കൊടുത്താലും തുടർന്ന് ക്ലാസ്സിലൊക്കെ വരാനുള്ള ഒരു പ്രചോദനം. ഹരേ കൃഷ്ണ. എല്ലാ മാതാജിമാരും അറിയുന്നവരാണല്ലോ. രമ മാതാജി, ജ്ഞാനാംബിക മാതാജി, ഓക്കെ, ഇവരൊക്കെ ഭാഗവതം ക്ലാസ്സിനൊക്കെ വരുന്നു. അപ്പോ എല്ലാ ഭക്തന്മാർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാജിമാർക്കും അതുപോലെ തന്നെ പ്രഭുക്കന്മാർക്കും എല്ലാവർക്കും എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ഭഗവാന്റെ ഭഗവത്ഗീത, നമ്മൾ ഭഗവത്ഗീതയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും ഇനി ഒരുപാട് കാര്യങ്ങൾ, ജ്ഞാനവും ഭക്തിയും അതിനകത്തു നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് കൂടുതൽ അതിനകത്ത് നമ്മൾ ഗ്രഹിക്കുക, കൂടുതൽ നമ്മൾ ഗ്രഹിക്കാൻ ശ്രമിക്കുക. ഭഗവാൻ എങ്ങനെയാണോ നമ്മുടെ ഭക്തിയിലെ ഭാവത്തെ ഗ്രഹിക്കുന്നത്, അതുപോലെ ഭഗവാൻ തന്ന തത്വത്തിലെ ഭാവത്തെ നമ്മൾ ഗ്രഹിക്കണം. ഓരോരുത്തരും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും പിള്ളേരോട് പറയുന്നത് പോലെ പറയുകയാണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. നമ്മൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താലേ നമുക്ക് ഭഗവത്ഗീത കേൾക്കാൻ പറ്റൂ, നമ്മൾക്ക് നമ്മുടെ ഡിവോട്ടീസ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് എല്ലാ ദിവസവും അതെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് മാറ്റിവെച്ചിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കുക. അതുപോലെ തന്നെ, കാരണം നമുക്കിതൊരു അസോസിയേഷൻ തന്നെയാണ്, അല്ലെ? നമുക്കതൊരു അസോസിയേഷൻ തന്നെയാണ്. അപ്പം എപ്പോഴും നമ്മൾ ഡിവോട്ടി സംഘത്തില് ഇരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആത്മീയമായിട്ടുള്ള ഉത്കർഷം ഉണ്ടാകുന്നത്. അപ്പൊ എല്ലാവരും സത്സംഗത്തിൽ എല്ലാ ദിവസവും പങ്കെടുക്കുക. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്. ഹരിബോൽ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി, ഭഗവത്ഗീത ഇല്ലാത്ത ഒരാൾക്ക് ദാനം ചെയ്യുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. വളരെ സീരിയസ് മാതാജി തിരഞ്ഞെടുത്ത ശ്ലോകത്തിന്റെ ഇവിടെ ഭഗവാന് ഭഗവാൻ ചെയ്യുന്നു. അത് നമുക്ക് ആരെങ്കിലും നമ്മളെന്തെങ്കിലും കൂടി ചെല്ലുമ്പോൾ നമുക്ക് ആരെങ്കിലും എന്തായിരിക്കും സ്ഥിതി ഭഗവത്ഗീത ദാനം. മാതാജി, ഇവിടെ ഭഗവത്ഗീത ഇല്ലാത്തവർ, ഇവിടെ ആർക്കെങ്കിലും ഭഗവത്ഗീത ഇല്ലാത്തവർ ഒരു ഭഗവത്ഗീത അതില്ല, ആ പൊട്ടിക്കകത്ത് കാര്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ സുഖ്യത്തി പ്രഭു
അതുപോലെ തന്നെ ജലാശയമായ രണ്ടുപേരും അവരുടെ എക്സ്പീരിയൻസ് ചെറുതായിട്ട് ചെറിയ ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ 4:30 വിളിക്കുന്നു. അങ്ങോട്ട് അയ്മനം തിരുവാറ്റ ഇരുന്നക്ക മുകളിലാണ്. ഇങ്ങോട്ട് കയറി അവരെ നല്ല രീതിയിൽ നടത്താൻ കൂടുതൽ അതാണ് നമ്മള് ബോധിക്കുന്നത് പോലെ തന്നെ ഭക്തന്മാരെ സ്ഥാപിക്കുക. അമ്മ പറഞ്ഞ അമ്മ എന്ന് പറഞ്ഞ ഞാൻ സ്ത്രീയാണ് മുടി പറഞ്ഞ അതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്ന ഭഗവാനെ മനസ്സിലാക്കുന്ന പറയുന്നത് അവരാണ് സാങ്കേതിക സംബന്ധിച്ചത്. അതാണ് കവിത തന്നെ അങ്ങനെ പറയുന്ന ആ ഫിലോസഫിയാണ്, ആ ശാസ്ത്രമാണ് സാങ്കേ ഫിലോസഫി. അതിന്റെ ഇത് കുറെ ഡീറ്റെയിലായിട്ടുണ്ട്. രണ്ടാണ് ബുദ്ധിയോളം, രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അങ്ങോട്ട് പറയുന്നത്. ഏതാണ് ഭക്തിയുടെ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാൻ വലിയ ഗുണപ്രദത്തിന്റെ ഭക്തിയുടെ പുറപ്പെന്ന് പറയുന്നത് ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. മറുഗുണ സർവനേച്ച ഭഗവാന്റെ ഗുണത്തിൽ ശ്രമിക്കുമ്പോഴാണ് മണി സർവ ഭഗവാൻ നമ്മുടെ എല്ലാവരുടെ ഈ ഗുണത ശ്രമിക്കുന്ന മാത്രമേ മാത്രമാണ് നമ്മുടെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഉള്ളിൽ സത്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അപേക്ഷയില്ല, നിരന്തരത്തിൽ യഥാ എങ്ങാനും 50 അതായത് നദികളിലെ എങ്ങനെയാണോ സന്ദർഭത്തിൽ പതിക്കുന്നത് നദികൾ നാട്ടിൽ പറയുന്നത് ഭഗവാന്റെ ഗുണകഥകൾ കേൾക്കുന്ന ഒരു വ്യക്തി നിരന്തരം ഭഗവാന്റെ ഗുണകഥ ശ്രമിക്കുന്ന മാത്രമേ ഭക്തി പുറത്തേക്ക് വരുന്നത്. ലക്ഷണം ഭക്തി ഇതാണ് ഭക്തിയുടെ ലക്ഷണം പറഞ്ഞ ഇതാണ്.
നിങ്ങളെല്ലാം സർവീസിന്റെ ഭഗവാന്റെ നാമം ചെയ്യുന്നു. പക്ഷെ എപ്പോഴാണ് സഹായം അതാ സംഘം എന്നാൽ എന്താണ് ഭഗവത്, എന്താണ് ഭഗവത്ഗീത പറയുന്നത്? ഭഗവാന്റെ ഗീത ഭഗവാന്റെ പാട്ടാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത ചോദിച്ചിട്ടുള്ള എന്താണ് ഭഗവത്ഗീത? ഭഗവത്ഗീത ഗീതയെന്ന് പറയുന്നത് ഭഗവാൻ ആട്ടുകൊണ്ടാണ്. കാരണം പരമേശ്വരനായ അർജുനനെ നമ്മൾ യുദ്ധം തന്നെ ചെയ്യുന്നത് ഭഗവാൻ സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് നമ്മൾ നമ്മള് ശാന്തരായ സന്തോഷമൊക്കെ അനുഭവിക്കുന്ന അതാണ് സാന്ത്വനത്തിയാണ്. ഞാൻ സാന്ത്വന അതുകൊണ്ട് ഗീത സുഖിതപ്പെട്ട സ്വയം മുഖപ്പെട്ട വിളിച്ചു. എന്താണ് പറഞ്ഞത്? ഗീത സുഖിതപ്പെട്ട ഹിമാലയ ശാസ്ത്രം. ഗീത പഠിക്കുന്ന ഒരു വ്യക്തി ഹിമാലയ ശാസ്ത്രം ഒരു ശാസ്ത്രവും പുസ്തകത്തിൽ പഠിക്കുന്ന കാര്യം എന്താണ് കാരണം? സ്വയം മുഖം ഭഗവാൻ മുഖം അതിനേക്കാൾ ജ്ഞാനമാണ്, അറിവുള്ള ഒരു ശാസ്ത്രം നമ്മൾ വിസ്തരിച്ച് പഠിക്കേണ്ട കാര്യമില്ല. സ്വയം ഞാൻ പറയുന്നത് പ്രകാരം പറയുന്നത് ഇത് എന്താണ് അങ്ങനെയുള്ള ഗീത പഠിക്കാൻ എന്താണ് ഗീത? ഈ ആരതാമത് സർവ ഭാരതത്തിന്റെ എല്ലാ വേദോപനിഷത്തും ഇതാണ് സർവ അംശമാണ് വേദത്തിൽ. ആദ്യം പറയുന്ന ഗീതമായി കാര്യമില്ല. രണ്ടാമത് പറയുന്നത് എന്താണ്? സർവ സംസ്ഥാനങ്ങളിൽ വേദോപനിഷത്തുകളുടെ എസൻസ് ആണ് ഏത്? വിഷ്ണു ഭക്തനാണ് വിഷ്ണുവിന്റെ ഭക്തൻ. ഗീത ഗംഗോദക പഠിക്കും. അതുകൊണ്ട് ഗീത പഠിക്കുന്നവർക്ക് ഗംഗയെ കുളിക്കുന്ന ഗീത പഠിക്കുന്ന വ്യക്തിക്ക് ഗംഗയെ പഠിക്കുന്ന വ്യക്തിക്കും ശങ്കരാചാര്യ ഇത് നാമസഹസ്രം ഗീത പഠിക്കൂ. ഭഗവാൻ ഹരേ കൃഷ്ണ പുസ്തകം നമ്മുടെ പ്രധാന രണ്ട് കാര്യം ഏതാണ്? ഹരേ കൃഷ്ണ മന്ത്രിക്കുമ്പോൾ ഗീത ശ്രീ പറയും അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ ജ്ഞാനി നേയം സത്യം ചിത്തം
സത്യമായിട്ട് സംബന്ധിക്കുക, ഭക്തിയുള്ളവരായിട്ട് നിങ്ങൾ സത്സംഗം ചെയ്യുക. ഇവിടെ വൈഷ്ണവ യഥാസമ്പത്ത് നാലാമത്തെ അധ്യായത്തിൽ വിധി വിഭജനേന്ദ്രിയ ജപത്തിൽ പവിത്ര മംഗളം വിധി വിഭജനേന്ദ്രിയ ജപത്തിൽ ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളതാണ് പവിത്ര മംഗളം. ഭഗവാൻ ശിവന്റെ കയ്യിലിരിക്കുന്നതാണ് മാലയ്ക്ക് ഭഗവാന്റെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഭഗവാന്റെ ചെയ്യിക്കുക. പവിത്ര മംഗളം അതേപോലെ വിധി ദർശനം ഭഗവത് ഭക്തം അച്ഛൻ ധ്യാനിക്കാനായിട്ട് വന്ന ആൾക്കാരെ ഭഗവാൻ അവരുടെ അമ്പത്തിയെന്ന് കണ്ടിട്ട് പറയാണ് വാസുദേവം പറയുന്നത്. ആരൊക്കെയാണ് ഭഗവാൻ വാസുദേവൻ ശരണാഗതി പ്രാപിക്കുന്നത്? നിങ്ങൾ ഭഗവാൻ നാമം ചെയ്തില്ല, നാമം ചെയ്ത് വളരെ സന്തോഷം. അതാണ് വൈഷ്ണവാണ് സമ്പൂർണ്ണ ഭഗവാൻ ഈ സദാശിവ അതാണ് ഭൗതികത്തിന്റെ പ്രധാനമായിട്ടുള്ള ഭൗതിക വായിക്കുക. അതുപോലെ തന്നെ പിന്നെന്താണ് പറഞ്ഞ അതീത പുസ്തകം വായിക്കുന്ന പിന്നെന്താ പുനർജന്മം. അതിന്റെ കാരണം എന്താണ്? ഉപവർഗം ഒന്ന് ആദരം. മനസ്സിലായി? അതുകൊണ്ട് പുനർജന്മം. പിന്നെ ജ്ഞാനീയ സ്വരൂപം ഈ പവിത്രം ഈ ലോകത്തിൽ എവിടെ ഒരു റിലീജിയസ് സംഘടനയിൽ ഇത്രയും അധികം പ്രചാരം പ്രശസ്തമായ വ്യക്തികൾ കമ്മിറ്റി ശാസ്ത്രം നിങ്ങൾക്ക് 84 ഭാഷകളിലാണ് ജ്ഞാനീയ സദസ്സ് പവിത്ര സ്വയം യോഗ നിങ്ങൾ വായിച്ചു നോക്കുന്നു. ശ്ലോകങ്ങൾ എത്ര ശ്ലോകങ്ങളുണ്ട്? 700 ശ്ലോകങ്ങളാണ്. അതിൽ ഭഗവാന്റെ ഇഷ്ടമാണ്. ഭഗവാൻ നാമത്തിന്റെ വിളിക്കാൻ ഭഗവാൻ ടെൻഷൻ കിട്ടുന്ന ഭഗവാൻ ഭഗവാൻ അഭൗതിക സ്വന്തമൊക്കെ ഭഗവാൻ വാച ഭഗവാൻ വാച ഇതുപോലെ തന്നെ സഞ്ജയ് ഭഗവാൻ പറഞ്ഞത് നിങ്ങൾ വളരെ കുരുക്ഷേത്രത്തിൽ 45 മിനിറ്റ്, അതായത് ബലൂൺ എവിടെ എത്തിച്ചു? 45 മിനിറ്റ് കൊണ്ട് ഭഗവാൻ എവിടെ എത്തിച്ചു? എത്ര യോഗീശ്വരവും കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര അക്ഷര ശ്രീ വിജയർ തിരുവാനീതിർ മത അവരെ പരാജയത്തിൽ വിജയത്തിൽ ദാനം ചെയ്തു പ്രധാനമായിരുന്നു. ശേഷം
ഇതിനെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നു. സൂര്യനോട് സൂര്യനോടാണ് ശേഷ ആദിത്യപ്പെട്ട പ്രകാശത്തെ നമ്മൾ പ്രകാശം വെട്ടമില്ല. ഇതിൽ ഭൗതികതയുടെ ശ്രമമായിരിക്കും പ്രകാശിക്കും. പ്രകാശം ഇതുപോലെ സൂര്യൻ എങ്ങനെ പ്രകാശിക്കുന്നു അതുപോലെ നമ്മൾ ആരും ലോകത്തിൽ പറയുന്നു. അതുകൊണ്ട് ദിവസം സമയം ആഹാരം സമയത്ത് 17 ചാപ്റ്ററിലാണ് ലോകത്തില് പ്രധാനമായിട്ട് ആദ്യത്തെ അനാലിസാണ് അവസാനത്തെ ചാപ്റ്ററുകൾ അതും കവറുകൾ കവർ പേജ്. ആദ്യത്തെ അവസാനത്തെ 6 അധ്യായം കവർ പേജുകൾ. അതിന് എവിടാണ് ഉള്ളിലുള്ള 6 അധ്യായത്തിലാണ് ഭക്തിയിൽ പറയുന്നത്. 7, 8, 9, 10, 11, 12 പത്തി മൂടിവെച്ചത്. പത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാണ്. പത്തി എന്ന് പറഞ്ഞാൽ ലതയാണ്. പത്തി ലതയാണ്. അതിന് എപ്പോഴും വേണം സപ്പോർട്ട്. സീനിയർ ഡിവോട്ടി അതുപോലെ നമ്മൾ ഈ ഡിവോട്ടി ചെടി ഇടിക്കും ഇതൊക്കെയാണ് റീവേഴ്സ്. അതുപോലെ ഈ നമ്മളെങ്ങനെ വളർന്നത് അപ്പൊ ഭക്തിക്ക് എപ്പോഴും സപ്പോർട്ട് ആരാണ്? അതുകൊണ്ട് ഭക്തി എന്ന് പറഞ്ഞാൽ ലതാ അപ്പൊ അതാണ് ശ്ലോകം അത് തന്നെ കിട്ടി. കൃത്യമായിട്ടുള്ള ശ്ലോകം സഹസ്രേഷു ഭഗവാൻ കൃത്യമായിട്ട് ഇത് അപ്പൊ നമ്മൾ ആവേശം അതിന്റെ പ്രോഗ്രാം അതിന്റെ നിന്റെ ഈ ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇതാണ് ഇപ്പൊ എന്നെ കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ ഭക്തി തത്വം ജ്ഞാപേന ദൃഷ്ടി ഈ രീതിയിൽ നീ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ തത്വം ജ്ഞാപേന ദൃഷ്ടി എന്നെ കണ്ടുകൊണ്ട് തന്നെ പ്രവേശിക്കും. പരത്തം എന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാം. ആർക്കൊക്കെ ഭഗവാനെ കാണാനുള്ള ആഗ്രഹങ്ങൾ ചെയ്യണം. നമ്മള് ഭക്തി അതാണ് ഭക്താനം ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ആ ഭക്തി പരിപൂർണ്ണം അതിന്റെ തുടക്കം ഏതാണ്? ആളുകൾ പറഞ്ഞു അദ്ദേഹത്തിന് ആ പരമ്പരയിൽ നാരദമില്ല ജപമേ പരമേ
ജലം ജപം ജപമേ പരമേ പരമതാണ് ഏത് ജപം ജപം ജപം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഈ 14 അക്ഷരം മന്ത്രം മന്ത്രത്തിൽ മനസ്സിലുള്ള ആശ്രിത ചിന്തകൾ അല്ലെങ്കിൽ കന്വേഷങ്ങളെ അകറ്റാനുള്ള അതീന്ദ്രിയ സ്പന്ദനം, വൈബ്രേഷൻ, അതാണ് ഭഗവാന്റെ ദിവ്യനാമം. അതാണ് ഇത് സോഷ്ടതകൾ ഓരോന്നും നമ്മൾ ശ്രദ്ധി കേൾക്കണം. കാരണം കൈകാലം കൃഷ്ണനാമം എന്തുകൊണ്ടാണ് കലികാലത്തിൽ അതുകൊണ്ടാണ് നാമം ചെയ്യാൻ അപ്പൊ കരിമാറ്റം ഏറ്റവും നല്ല സമയം കരിമാറ്റമാണ്. കൃഷ്ണ ഉദാഹരണം പറഞ്ഞില്ലേ, കൃഷ്ണ ഗോവിന്ദ എന്നിങ്ങനെ അപ്പൊ അത് കരികാലത്തിൽ നമ്മൾ ശാസ്ത്രങ്ങളിൽ പറയുന്ന ഇതാണ് ഈ സോഴ്സ് ഇതൊരു ശാസ്ത്രം. എല്ലാ ശാസ്ത്രങ്ങളും വളരെ ഐഡന്റിഫൈ എന്ന് പറയുന്നതാണ് ഈ ഹരിനാമം നല്ലത്. ഹരിനാമം കേവലം ഹലോ നാസ്തൈവ 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 അന്യർ. കലികാലത്ത് 3 പ്രാവശ്യം എന്തിനാണ് 3 പ്രാവശ്യം? നമ്മൾ പിള്ളേരൊക്കെ ഇതിനാണ് പറയുന്നത് പിന്നെ ചെയ്യാൻ. അതുകൊണ്ടാണ് കലികാലത്ത് ഹരിനാമം അല്ലാതെ വേറെ ഒരു എല്ലാവരും അത് കുന്തിരി എടുത്തു പറയുന്ന ശ്രവണത്തിൽ ഗായകൻ ഗ്രഹണത്തിൽ അഭിനിഷണം. ഏത് വ്യക്തിയാണോ ഭഗവാനെ പറ്റി കേൾക്കുന്നത്, ഭഗവാൻ നാമം ജപിക്കുന്നു, അതുപോലെ നിരന്തരം ഭഗവാനെ പറ്റി അറിയാൻ ശ്രമിക്കുന്നു. നിങ്ങൾ കേൾക്കാത്ത കാര്യങ്ങളാണ്, നിങ്ങൾ ഇവരെ കേൾക്കാത്ത കാര്യങ്ങളാണ് മനസ്സിലാക്കുക. അപ്പൊ ഭഗവാൻ ഇതിലേക്ക് ശ്രവണത്തിൽ സ്മരണ അഭീഷണം. ആരും നിരന്തരം ഭഗവാനെ കേൾക്കുന്നു, ഭഗവാൻ നാമം ചൊല്ലുന്നു, നിരന്തരം സ്മരണി നിമിഷവും സന്തോഷത്തോടുകൂടി ഭഗവാൻ കാണാനുള്ള ഭാഗം. നമ്മൾ ഫോട്ടോ അങ്ങനെയുള്ളവർക്ക് മുന്നിലേക്ക് പറയുന്നത് ഇതാണ് അങ്ങനെയുള്ളവർക്ക് എന്താണ് നിരന്തരം ഭഗവാനെ പറ്റി കേൾക്കുന്നവർക്ക് നിരന്തരം ഭഗവാൻ നാമം ചെല്ലുന്നവർക്കും നിരന്തരം ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നവർക്ക് സ്മരണി നൽകുന്നു. അവർക്ക് സന്തോഷത്തോടും ഭഗവാനെ ഓർക്കാനും അതൊരു നമ്മൾ ഈ ഭൗതിക ലോകം ഈ കാലഘട്ടത്തിൽ താണ്ടി പാപപ്രഭാവം പരമപ്പെടാം സാധാരണ നിലയിൽ എത്താനുള്ള ഭാഗ്യം ആർക്കാണ്? 3 കാര്യത്തിൽ ശ്രവണത്തിൽ ഗായനം അഭിനീഷം നിരന്തരം. അതുകൊണ്ടാണ് ദിവസം നാം പറഞ്ഞാൽ ജനിച്ചത്. കാരണം വാങ്ങിച്ചിട്ട് നമ്മൾ ദിവസവും ഭൗതിക 9ാമത്തെ അധ്യായം നടന്ന രഹസ്യജ്ഞാനം. നിങ്ങൾ ഭൗതികമായി വാങ്ങി അറിഞ്ഞു. 9ാമത്തെ അധ്യായം രാജവിദ്യ. അത് രാജവിദ്യ സാധാരണ വിദ്യ. അതിന് ഭഗവാൻ 2ാമത്തെ ശ്ലോകം പറഞ്ഞിട്ടാണ് രാജവിദ്യ പവിത്രം സുഖം കർമ്മമാണ്. ഈ കഴിവൊക്കെ നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ ചെയ്യാവുന്ന
ഏക രഹസ്യമായ ഇത് ഭക്തി. അതിന് ഒന്നാം നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു എന്താണ് ആത്മീയം. എവിടെയൊക്കെയാണ് ഭഗവാൻ നമ്മൾ ചെയ്യേണ്ട അതീവ രഹസ്യമാണ് കാര്യങ്ങൾ. മുമ്പ് ഞാൻ പോയി സതതം തീർത്ഥ ഭഗവാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും നാമം ചെയ്യുന്നു യഥാർത്ഥ ഇങ്ങനെ യഥാർത്ഥ നിങ്ങൾ ദൃഢം ചെയ്ത് ഇപ്പോഴും ജോലി ചെയ്യുമ്പോൾ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഇതാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ. നിങ്ങൾ ജോലി ചെയ്യുന്നത് പ്രാക്ടീസ്. നിങ്ങൾ എത്ര ജോലി ചെയ്താലും മടുക്കരുത്. കാരണം ഭഗവാൻ പറയുന്നില്ല സത്യം യഥാർത്ഥ നമസ്തേ നിങ്ങൾ ഇങ്ങനെയാണ് എല്ലാവരും നമ്മൾ ചെയ്യുന്ന കാര്യത്തെപ്പറ്റിയാണ് എങ്ങനെയാണ് പൂർണ്ണ ദൃഢനിശ്ചയം ഉത്സാഹ നിശ്ചയ നാമത്തെ ഉത്സാഹ നിശ്ചയ ഹരിദാസ് സാർക്കും കിട്ടോ 3 ലക്ഷം പ്രാവശ്യം നാമം ചെയ്തിട്ടുണ്ട്. അയാളുടെ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർ 16 സ്ഥലത്തിൽ അടിച്ച് അദ്ദേഹത്തെ ഒരു പ്രാവശ്യം അനക്കശക്തിയായിട്ട് അദ്ദേഹം ഹരേ കൃഷ്ണ പ്രവർത്തിക്കുന്നു. അപ്പൊ ഭഗവാൻ തന്നെ ഹരിദാസ് സാറിനെ വിളിച്ച് കാണിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തില് ശരീരം കാണിച്ചു. ഓക്കെ, ഈ പാട് ഓർമ്മയാണ് എന്റെ പുറത്ത് ഈ പാടുകൾ ഓർമ്മയുണ്ട്. നിങ്ങൾ 14 മാസം ചാട്ടോളം അടിച്ച പാടാണ്. ഭഗവാൻ നാമം ചെയ്യുന്നവര് ഭഗവാൻ കാത്തിരക്ഷിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അതീവ രഹസ്യമായ മോസ്റ്റ് കോൺഫിഡൻസ് മോസ്റ്റ് കോൺഫിഡൻസ് പക്ഷെ ഈ സമയത്ത് ഏത് ഹോസ്പിറ്റൽ ചെന്ന് കഴിഞ്ഞാലും എന്താണ് ഡോക്ടർമാർക്ക് നഴ്സുമാർക്ക് അതാണ് ഭക്തി. ഭഗവാൻ നാമം ചെയ്യുന്ന വ്യക്തിയുടെ ശക്തിയാണ്. അത് എവിടെ ശക്തിയുടെ അവിടെ ഒന്നുമില്ല. വളരെ നാമം ചെല്ലുന്നു. മറ്റു ജോലി തൊഴിലാളികളൊക്കെ തൊഴിൽ ചെയ്യുന്നതിന് വോട്ട് പഠിച്ചിട്ട് ജയിലിന്റെ കൊടുക്കും. ആ ഒരു സുഖം ഹരിദാസ് സാറിന്റെ നാമത്തിന് 3 ലക്ഷം പ്രാവശ്യം നാമം ചെയ്തത് ഹരിദാസ് സാറിന്റെ നാമം ചെല്ലുകൾ മുമ്പ് പണി ചെയ്യുന്നവർ ദൈവത്തിന്റെ കുറവ് കാരണം അപേക്ഷിച്ച് ഹരിദാസ് സാറിനോട് നാമം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ പേര് നാമ അനുശാരി. മുസ്ലിം അദ്ദേഹം മരിക്കുമ്പോൾ നാം ചെറിയതിന് ശേഷമാണ് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുമോ? അതാണ്
ഇതൊക്കെ എല്ലാം നടന്ന സംഭവങ്ങളാണ്. നിങ്ങളിപ്പം എല്ലാം അതുകൊണ്ട് എല്ലാവരും ഗീത വരയ്ക്കുക, ഗീത നാമസരം അത് നിങ്ങൾ ഭക്തന്മാരുമായി സമയം നമുക്ക് 4 ദിവസം. ഒരു വർഷം 4 ദിവസം സംബന്ധിച്ച് നമ്മൾ അതിന്റെ പകുതി സമയത്തെ വളരെ കുറച്ച് സമയമായിട്ടുള്ള സമയം വരുന്നെങ്കിൽ പോലും അതിന് പ്രോഗ്രാം അതുമായിട്ട് സഹകരിച്ചു. അടുത്ത വർഷം സെലിബ്രേഷൻ ആയിരുന്നു. എല്ലാവരും ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം എത്തിക്കണം എന്നുള്ള പങ്കാളിത്തമാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. എന്തിനു വേണ്ടിയിട്ടാണ്? അടുത്ത വർഷം ഇത് നമുക്ക് സെഞ്ചുറി താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ജലാശയമായി സംസാരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആവശ്യത്തെ സംസാരിച്ചു. ഇങ്ങനെ നമുക്ക് ഭക്തി ചെയ്യാനതിനെ കുറിച്ച് വിശദമായിട്ട് 2 ദിവസം ഞാൻ ഒരുപാട് സംസാരിച്ചത് എന്റെ അപേക്ഷയാണ്. ഞാൻ രാവിലെ മാക്സിമം നമ്മൾ പറയുന്നത് ബ്രഹ്മപൂർവ്വമാണ് പറയുന്നത്. ആ സമയത്ത് മാക്സിമം അങ്ങനെ ജലം നമ്മൾ ചെയ്യണം. മഹാമന്ത്രമാണ് പറയുന്നത്. പിന്നെ നമ്മൾ അത് കാരണം ഭഗവാൻ വേണ്ടി പ്രാർത്ഥന ചെയ്യുക. പ്രാർത്ഥനയ്ക്ക് പോയാൽ നമുക്ക് വേണ്ടിയാകുന്നുണ്ട്. വെജിറ്റബിൾ വാങ്ങിച്ചാൽ ഫ്രൂട്ട്സ് വാങ്ങിച്ചാൽ അത് ഭഗവാൻ വേണ്ടി നമ്മൾ ചിന്തയും പാപം കഴിക്കണം. അത് ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വാങ്ങിക്കുന്നതും കൃത്യമായിട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ കൃത്യമായിട്ട് മറ്റു മാർഗങ്ങളൊക്കെ അരക്ഷിതമാകുന്ന 3 പ്രാവശ്യം കഴിഞ്ഞാൽ എന്തിനാണ് ഈ മതപ്രസംഗം കഴിക്കുന്നത് വെച്ചാൽ എല്ലാം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഓരോ ജന്മം അപ്പൊ അതെല്ലാം നമുക്ക് മാറിയിരിക്കും. മതപ്രസംഗം എല്ലാവരും നോക്കി എന്റെ നാട്ടിലേക്ക് തന്നൊരു ഉദാഹരണം അതുപോലെ നമ്മൾ സന്തോഷമായിട്ട് തന്നാൽ സ്വീകരിച്ച് പ്രസാദമായിട്ട് തന്നത് മാക്സിമം തന്നെയാണ്. കാരണം എന്ത് പ്രവർത്തിച്ചാലും സപ്പോസ് എത്രയോ ചെയ്യണം. ചിലപ്പോൾ അവർ നമ്മളെപ്പോഴും വെള്ളം ഭഗവാൻ വെച്ച് ആ വെള്ളം നമുക്ക് ആവശ്യപ്പെടും.
അപ്പൊ ഒരു കാരണം അമ്മമാണ് എടുത്താലും നമ്മളെ കൂടുതലായിട്ടും ശക്തി ഒരു ക്ഷേത്രത്തിൽ പോകാനായിട്ടുണ്ടാവില്ല അത് എടുത്ത് പറയുന്നു അതുകൊണ്ട് നമുക്ക് ഇതിനൊക്കെ എളുപ്പമാണ് നാമ ജപിക്കുക നാമ ജപിക്കുക എപ്പോഴും എന്ത് കാര്യങ്ങളും ഒന്നും ക്ലിയർ ആകുന്നില്ല, ഒന്നും ക്ലിയർ ആകുന്നില്ല, ഒന്നും കേൾക്കാൻ വയ്യ. നമ്മുടെ മുൻജന്മ രണ്ടാമത് ഭഗവാന്റെ പ്രസാദത്തിന്റെ സാധുസംഘം നന്ദി പറയാനായിട്ടല്ല കൃഷ്ണന്റെ ഭഗവാന്റെ കഴിഞ്ഞോന്നറിയില്ല. വേണ്ടി പകരങ്ങളും അത്തിമാനങ്ങളുടെ പേര് പോകാൻ പറ്റില്ല. അവര് ചെയ്തോട്ടല്ല
നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ജയകൃഷ്ണനോട് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ വൈഷ്ണവ സംഘം ഇവിടെ നടത്തണം എന്ന് ഒരു ആസ്വദിച്ച് തന്നെ അതിന്റെ ഒരു കാര്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെച്ചിട്ട് തീരുമാനിച്ചിട്ട് പ്രോഗ്രാം നടത്തിയ സമയത്ത് എന്റെ അച്ഛൻ വളരെ പ്രശ്നം വന്നു. അച്ഛൻ ആ സമയത്ത് ഒരു ഹൃദയാഘാതം ഉണ്ടായി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വന്നത്. അപ്പൊ അച്ഛന് ഭയങ്കര സന്തോഷം തോന്നി. അല്ലാതെ അച്ഛൻ 10 വാരം വന്നിട്ടുണ്ട്. പക്ഷെ ആള് വളരെ ശുദ്ധ ഹൃദയനാണ്. ഒരാളുടെ തന്നെ വളരെ നല്ല മനുഷ്യനാണ് എന്ന് നമുക്ക് പറയുന്നത്. ഭക്തനാണെന്ന് പറയുന്നത് പ്രസാദം വിശ്വാസിയായിരുന്നു. ഒരാളെ കുറിച്ചുണ്ടാവില്ല. എല്ലാവരും സ്നേഹം, അതുപോലെ എല്ലാം നല്ലതിനാണ് പറയുന്നത്. നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് എല്ലാം നല്ലതിനാണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം പറയുമ്പോൾ അതിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ കഴിഞ്ഞ 4 മാസം വിളിച്ചപ്പോൾ അച്ഛൻ പറയുമ്പോൾ ഒരു വൈഷ്ണവ സംഗമം ഇവിടെ നടത്തിയാൽ ഉണ്ടാകും. അപ്പൊ അച്ഛൻ ആദ്യമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യപ്പെടുന്നത് കാര്യം ഞങ്ങൾ 5 മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം എപ്പോഴും എല്ലാം ചെയ്തിരുന്ന എന്തിനു വെച്ച് കഴിഞ്ഞാൽ മുന്നേ ഒന്നും ഒരു കുറവില്ലാതെ നമ്മളെ പഠിച്ചത് വലിയ അച്ഛൻ ആദ്യമായിട്ട് ഞങ്ങളുടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് വൈഷ്ണവ നടത്തിയത്. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് പല തവണ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴും റെസ്പോൺസ് വളരെ കുറവായിരുന്നു. അപ്പൊ ഇത് നടത്തുന്ന വേണ്ട പോലും തന്നെ ആരും പറഞ്ഞില്ല. മുന്നേ ചിലരൊക്കെ അത് നടത്താവുന്ന അതിന്റെ പേരില് ഞാനൊരു ജൂലൈയിൽ ലീഗ് അപ്ലൈ ചെയ്തു. ലീഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ലീവ് ജൂലൈയിൽ അവർ പറഞ്ഞില്ല. ഈ പെരുന്നാളിന്റെ കൂടെ നമ്മൾ കുറച്ച് സെഷൻ എടുക്കാൻ ഉപയോഗിക്കുന്നത് ഒരു 15 ദിവസത്തെ പെരുന്നാളിന്റെ ഒരാഴ്ചയുടെ അവധിയുടെ എടുത്തു. അങ്ങനെയാണ് ഈ ഒരു സമയത്തേക്ക് മാറ്റി വെച്ചത്. അപ്പൊ കുറെ പേർക്ക് അതിന്റെ ഉപയോഗം ഉണ്ടാകുകയും ചെയ്തു. അപ്പൊ അതിനോട് അവരോടൊക്കെ ഞാൻ ക്ഷമിക്കുന്നു. അപ്പൊ അങ്ങനെ ആണ് നടത്തിയ ശാസ്ത്രം നാളെ നമുക്ക് രഥയാത്രയ്ക്കുണ്ട്. അപ്പം അച്ഛനും അവരെയൊക്കെ കിട്ടാമെന്ന് പറഞ്ഞു ശ്രമിച്ചു. അപ്പം വണ്ടി അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഞാനിവിടെ തിരക്കായതുകൊണ്ട് എനിക്ക് അതൊന്നും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറ്റിയ 10 കിലോമീറ്റർ മാറിയാണ് താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ എത്താൻ പറ്റിയില്ല. അത് അങ്ങനെ പ്രശ്നം എനിക്കുണ്ട്. പക്ഷേ ഈ ആ ഒരു പ്രദേശ തന്നെയല്ല ഈ ഒരു പ്രശ്നം സംഘവും തന്നെ രഥയാത്രയും മഹാദേവനാണ്. ശരിക്കും ഞാൻ മഹാദേവ ഭക്തനായിരുന്നു. മഹാദേവന്റെ ദേവിയുടെയും അപ്പൊ മഹാദേവന്റെ ദേവിയുമാണ് ശരിക്കും നമ്മളെ ഓരോരുത്തരെ കൃഷ്ണഭക്തിയിലേക്ക് മാറ്റുന്നത്. ശരിക്കും അവിടെ മഹാദേവി പറയുന്ന പോലെ കൃഷ്ണമാനം തീർച്ചയായും മഹാദേവന്റെ പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൊണ്ട് കൃഷ്ണഭക്തിയിലേക്ക് മാറ്റും. അത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ ഈ മഹാദേവന്റെ ആ ഒരു ഈ യജമാനുള്ള സ്ഥലം ഒരുപാട് വ്യക്തിജനങ്ങളുള്ള സ്ഥലമാണ്. പക്ഷെ നമുക്ക് ഈ മാല ഇരിക്കുന്ന ആളുകൾക്ക് വളരെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷെ അതിന് ഒരു സാഹചര്യത്തിലും സെറ്റപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ എനിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും ഞാനിത് എങ്ങനെ നടത്തി എനിക്ക് ഇവിടെ വല്ലപ്പോഴും വെക്കേഷൻ വന്നാൽ ഞാൻ 10 വർഷമായി സ്ഥലം മേടിച്ച് വിളിച്ച ആളാണ്. എനിക്ക് ഇവിടെ പരിചയമൊന്നുമില്ല. ആകെ അറിയാവുന്ന മഹാദേവനെയാണ്. അദ്ദേഹം എന്റെ പ്രഭുവിനെ പരിചയപ്പെട്ടു. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രോഗ്രാം ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ നടത്തും, ഞാൻ വിദേശത്ത് പോയിരുന്ന ആള് എങ്ങനെ നടത്തുന്ന ആ ഇത് ഇടുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ നമ്മൾ ഭഗവാന്റെ കാര്യത്തിൽ അറിയിച്ചിട്ട് നമുക്കറിയാം. അവിടെ നിന്നൊക്കെ ഇവിടുന്ന സഹായം ഇല്ല. പലരും നമ്മളെ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ സഹായിക്കുന്നത്. അങ്ങനെയാണ് മധുപ്രഭു കഴിഞ്ഞ പ്രാവശ്യം അവസാന രഥയാത്രയെ നടന്നു എത്തി നമ്മളെ സഹായിക്കാൻ മധുപ്രഭുവും മാതാജിയും അതുപോലെ തന്നെ അവരുടെ കുടുംബം മുഴുവൻ തന്നെ സഹായിക്കി. മധുപ്രഭു ഇവിടെ 100 കിലോമീറ്റർ താമസിക്കുന്ന ആളാണ്. അതുപോലെ ഇപ്രാവശ്യവും മധുപ്രഭുവിനോട് ഞാൻ ആവശ്യപ്പെട്ട അനുസരിച്ച് അദ്ദേഹം പൂർണ്ണ മനസ്സോടുകൂടി എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാ ദിവസവും 4 ദിവസം അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചാണ് എന്റെ കൂടെ സഹായിക്കാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം സമയത്തും നാളെ രഥയാത്രയും എല്ലാവരും
സ്ഥലങ്ങളിൽ കൂടി. അപ്പൊ അതിന് ഉപരിയായിട്ട് ഞാൻ വിവിധ മതവിശിഷ്ട അതിഥികളെ പ്രത്യേകം നന്ദി പറയാൻ. അവര് ഖത്തറിൽ പറയുന്ന ബംഗ്ലാദേശ് എന്നാണ് പറയുന്നത്. അപ്പൊ ഖത്തറിലെ ഞങ്ങളുടെ ആധ്യാത്മിക ആചാര്യൻ പറയുന്ന വൈകുണ്ഠ പ്രഭുവിന്റെ ശിക്ഷാകൾക്കാണ് മാലിന്യ സുരക്ഷ പ്രഭു. അപ്പൊ ജയസൂര്യ പറഞ്ഞ ഈ ഖത്തറിലെ അവർ അങ്ങനെ പോലും എന്താ പറയുക ജയകൃഷ്ണ പ്രഭു എന്ന് പറയുന്ന കുടുംബമാണ് ഇവരെ കളക്ട് ചെയ്യുന്നത്. കാര്യം എനിക്ക് ഇവരുടെ പ്രോഗ്രാംസ് ഒക്കെ ഞാൻ ഒരു ഓൺലൈൻ സെർച്ച് മാതാജിയുടെ ഖത്തറിലെ ആൾക്കാർ ക്ലാസ്സിൽ കൂടിയിരുന്നു. മാതാജി സ്കൂളിൽ അതുപോലെ എനിക്ക് അറിയാൻ കാര്യങ്ങൾ പറയാം. എനിക്കതിനെ പറ്റി അറിയാവുന്ന ഡയറക്റ്റ് എനിക്ക് ഒരു ബന്ധമില്ല. അപ്പൊ അങ്ങനെ നമുക്ക് കണക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് ജൈവവാദം അതിന് കൗൺസിൽ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അങ്ങനെ ഇവര് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എനിക്ക് നോക്കുന്നു മായാപൂര് പരിക്രമത്തിലായിരുന്നു ശ്രീകോട്ടീസായിട്ട്. മായാപൂര് കഴിഞ്ഞ് ജഗന്നാഥപുരിയില് ഒരു 3-4 ദിവസം പരിക്രമം എല്ലാം കഴിഞ്ഞ് ഇന്നലെ വെളുപ്പിനെ ചേർന്നുള്ളൂ. അതിന് ഒരല്പം പോലും റെസ്റ്റ് എടുക്കാതെ ഈ ഒരു കുറ്റമൊക്കെ നമ്മളിവിടെ ഇവിടെ ഈ ഒരു വേദി പുണ്യമാക്കാനായിട്ട് മാതാജി സ്വീകരിക്കുന്നതിനെ പ്രത്യേകം ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ലവമാത്ര സാധുസംഘം എന്ന് പറയുന്നില്ല. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് പല ക്ലാസ്സുകളിലും ലവമാത്ര സാധുസംഘം, അതായത് ഒരു നിമിഷത്തിന്റെ 11 ആവശ്യത്തിനും ഭക്തരുടെ ആ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ അത് ഈ ഒരു നാടിൽ മുഴുവൻ തന്നെ അതൊരു ഐശ്വര്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ മഹാത്മാക്കളുടെ പാദങ്ങൾ ഒരുപാട് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം 1-ാം വർഷത്തിന് മായാപുരത്ത് ജലാശയ മാതാജി വന്നിരുന്നു. മാതാജി ആ സമയത്ത് അവിടെ മാതാജിയെ പറ്റി പറയുവാണെങ്കിൽ മാതാജി രാധാറാണിയുടെ ഒരു വ്യക്തിയെ സേവിക്കാണ്. അപ്പൊ മാതാജി ഇടയ്ക്കിടയ്ക്ക് ഓരോ പശുക്കളെ കാണുമ്പോഴത്തേക്കും ഗൃത കിടത്തില്ല. മാതാജിക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോകും. അവർ പശു ഒരു തട്ടിയിടും. മാതാജി അവിടെ വീട്ടിൽ കഴിയും. ഇങ്ങനെ മാതാജി കൂടുതൽ പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോ മഹാപ്രസാദം ഒക്കെ വരുന്ന മഹാപ്രസാദം മാതാജി ചെറിയ അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ മാതാജിയുടെ കൈ ഒടിഞ്ഞിരിക്കുന്ന സമയത്ത് മാതാജി സർജറി കഴിഞ്ഞ് ഉടനെ തന്നെ ഈ ഒരു സത്സംഗത്തിന് മരണങ്ങളോ ആകെ കൊണ്ട് മയക്കി പിടിച്ചിവിടെ വന്നു. അപ്പം അത് അങ്ങനെ സാധാരണ കാര്യം തരത്തില്ല. കാര്യം നമുക്ക് കുട്ടികൾ വന്നിട്ട് നമ്മൾ ഇന്ന് വന്നതിന് പലരും ചിലപ്പം വരാതിരിക്കലും പലരും ചെറിയ കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊക്കെ വേണ്ടി മാറ്റി വെച്ചിട്ട് വരാമായിരുന്നു. അപ്പൊ അങ്ങനെ മാതാജി കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും റിസൾട്ട് വന്നു. എന്നിട്ട് ഒരു യാതൊരു പ്രതീക്ഷയില്ലാത്ത മാതാജി വൃന്ദാവനത്തിൽ പോകാൻ വേണ്ടി വൃന്ദാവനത്തിലാണ് ഞാൻ ഖത്തറിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ മാതാജി കഴിഞ്ഞ പ്രാവശ്യം യാതൊരു പ്രതീക്ഷ മനസ്സിൽ പോലും വിചാരിക്കാതെ വൃന്ദാവനത്തിൽ പോകാനായിട്ട് പറ്റി. അപ്പൊ നമുക്ക് മാതാജിന്റെ സപ്പോർട്ട് എന്നുള്ള നിലയില് നമ്മുടെ വൃന്ദാവനത്തിലേക്ക് പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ ഈ വൃന്ദാവനത്തിൽ മാതാജിയുടെ കൂടെ തന്നെ കുറെ സ്ഥലങ്ങൾ കാണാൻ പറ്റി, കുറെ പാസ്റ്റേഴ്സ് കേൾക്കാൻ പറ്റി. അപ്പൊ അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ മാസത്തെ കാര്യം. അതുപോലെ ഇപ്രാവശ്യവും മാതാജിയുടെ അമ്മ ഉണ്ടായിരുന്ന കൂടെ അങ്ങനെ ഒരുപാട് സ്ത്രീകൾക്കിടയിൽ മാതാജി ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഗൈഡൻസും അതുപോലെ ആരതി അതുപോലെ അങ്ങനെയുള്ള ഞങ്ങൾക്ക് അല്പജ്ഞാനം മാത്രമേ ഉള്ളൂ. അതെല്ലാം വേണ്ട രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കെല്ലാം പറഞ്ഞു തന്ന് ഒരു കുട്ടികളെ എങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് ആ രീതിയിൽ മാതാജി ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ യാത്രകളിലെല്ലാം പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കിട്ടി നമ്മളെ നേരിട്ട് നയിക്കാനുള്ള മാതാജി എപ്പോഴും മാതാജിയുടെ ആ പാരായണങ്ങൾ പ്രണമിക്കുമ്പോൾ മാതാജി അതുപോലെ തന്നെ എനിക്ക് വളരെ വർഷങ്ങളായിട്ട് ഖത്തറില് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഭുവനേശ്വരദാസ് പ്രഭു, അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാം. ഇന്നത്തെ സമയമെല്ലാം പരിക്രമിച്ച് ചെയ്യുന്നതാണ് ഞാൻ അധികം പറയുന്നില്ല. പക്ഷെ എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ, അതായത് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ യോഗമാത്ര സാധുസംഘം തോന്നി. എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ബലിഷ്ഠ മെറ്റനാണെന്ന് മനസ്സിലായി. ആ ഒരു
എന്താ പറയുക, സ്മരണം നമുക്ക് കട്ടുമ്പോൾ മനസ്സിലാകും ആര് ശരിയായിട്ടുള്ള മറ്റൊരാൾ അല്ലെങ്കിൽ ആര് ജീവിതത്തിൽ മുന്നേറിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് എന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഞാൻ പ്രഭുവിനോട് പറഞ്ഞു, ഈ പ്രഭു സാധാരണ ലെവൽ ഉദ്ദേശിക്കുന്ന ലെവലില്ല, ഭഗവാന്റെ പാതാളത്തിൽ എന്താ പറയുക അസൈനികമായ ശക്തിയോ ഇതൊക്കെ വാക്കുകൾ ഉപയോഗിക്കുക, അതൊക്കെ നമുക്ക് ആ പുസ്തകത്തെ നമുക്ക് ഓർമ്മിക്കാം. അങ്ങനത്തെ വാക്കുകളില്ല. അപ്പൊ അത്രയ്ക്ക് വിശ്വാസം. അതുപോലെ തന്നെ ഭഗവാന്റെ അവിടുത്തെ അഭിനയിച്ചിട്ട് ശിലപ്രഭാതിന്റെ സേവ അദ്ദേഹം ചെയ്യുന്നതാണ് ബുദ്ധിസ്റ്റ്. അപ്പൊ ആ ബുദ്ധിസ്റ്റ് ഭഗവാന്റെ ആ ഒരു നാമം പ്രചരിപ്പിക്കാനായിട്ട് അദ്ദേഹം ജീവിതം തന്നെ അദ്ദേഹം ജോലിക്കാണ്, ചെറിയ ജോലിയാണ് ചെയ്യുന്നത്. അതിനിടയിലും അദ്ദേഹം സമയം കണ്ടെത്തി ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഉത്സവം വരുന്നുണ്ട് അല്ലെങ്കിൽ ഞായറാഴ്ച സമയത്ത് അദ്ദേഹം ഒരു ഡെസ്കിട്ട് അവിടെ ഒരു സ്കൂളിൽ ചില പ്രഭാതത്തിന്റെ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം ചെയ്യുന്ന ഒരു സേവ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പം ഇവിടെ വന്ന് ഞാൻ പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയായിരുന്നു. അതെല്ലാം പ്രഭു, അതായത് ഞാൻ എന്റെ എന്താ തിരക്ക് കൂടിയ അതൊന്നും പറഞ്ഞു ഞാൻ ഒന്നും ആലോചിക്കാൻ പല ഇൻസ്ട്രക്ഷനും നമുക്ക് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്തു, അപരാധങ്ങൾ ശരിക്കണം. പക്ഷെ പ്രഭു എല്ലാത്തിനും പലപ്പോഴും എന്താ പറയുക കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ അത് കാരണം പ്രഭുവിന് ഒരുപാട് താങ്ക്സ്. ഇനി പ്രഭു എപ്പോഴും നമ്മളെ അനുഗ്രഹിക്കണം, അതുപോലെ തന്നെ വിരമിച്ചു വന്നിരിക്കുന്ന സാമൂഹ്യങ്ങൾക്ക് മാതാജി അവരുടെ വീട്ടിലേക്ക് ഒരുപാട് ഭാഗവത ക്ലാസ്സുകൾക്ക് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മാതാജിയുടെ പ്രസാദം തന്നെ വളരെ പ്രസിദ്ധമായിരുന്നു. മാതാജി വളരെ നല്ല രീതിയിൽ പ്രസാദം ഇപ്പോഴും എന്റെ തിരിച്ചെനിക്ക് മനസ്സിലുണ്ട്. സാമൂഹ്യപ്രഭു അവിടെ വെച്ചിട്ട് ഇങ്ങനെ പുറമേക്ക് മാറിയിരിക്കുന്ന ഫ്രണ്ട്സാണ്. ഇങ്ങനെ അതായത് ഇങ്ങനെ ശരിക്കുള്ള ഒത്ത് പൊളിച്ചിരിക്കുന്ന എങ്ങനെയാണ് ചിന്തിക്കുള്ളിലാണ്. അത് പിന്നീട് നമുക്ക് കുറച്ച് കഴിയുമ്പോഴാണ് മഹാത്മയുടെ മഹത്വം അറിയുന്നത്. അതേപോലെ ഒരു വ്യക്തിയാണ്. അതായത് അവിടെ സിവിൽ എഞ്ചിനീയറായി ജോലി ചെയ്തിരിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാത്തിനും മാറി മാറിയൊക്കെ ഇരിക്കുന്നതാകുമ്പോൾ അത് സാധാരണ രീതിയിലുള്ള ചില മറ്റന്മാരെന്തെങ്കിലും മാറി നിൽക്കുന്നതാണ് എന്നുള്ള ആ ഒരു ധാരണയിൽ അതിനുശേഷം അദ്ദേഹം നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഇതുപോലെ എന്റെ പ്രേമപ്രധാനത്തിൽ ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ വിളിച്ചു. അപ്പം പ്രഭു എങ്ങനെയാണെന്ന് പറഞ്ഞ് മടി കുറിച്ചിട്ടാണ് വന്നത്. പക്ഷെ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ചോദിച്ചു നോക്കിയോ ഗൗരിയിലെ മാതാപിതാക്കളാണ് അവർ ഇപ്പോഴും സാമൂഹ്യ ക്ലാസ് എനിക്ക് എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി തുടർന്ന് ഭഗവത്ഗീതയിലും പ്രഭു നമ്മളോട് വന്ന് ക്ലാസ്സിലൊക്കെ സഹായിക്കണം. അപ്പൊ പ്രഭു ഇന്ന് വളരെ കുറെ യാത്രകൾക്ക് മൂവാറ്റുപുഴ ഇവിടം വരെ എത്തിച്ചേർന്നിരിക്കുന്ന ഇവിടം വരെ ഡ്രൈവിൽ മാതാജിനെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നലെ വരവാൻ പറഞ്ഞതാണ്, പക്ഷെ പറ്റിയില്ല. അതുപോലെ ഇന്നും കുറച്ച് വൈകിയെങ്കിലും പ്രഭു എന്നോട് പറയുന്ന ഒരു വാക്ക് വെച്ചിട്ട് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ പ്രഭു ഒരുപാട് എനർജി ഉണ്ട് നമുക്ക് പ്രഭു വന്നുകൊണ്ട്. അപ്പൊ താങ്ക് യു പ്രഭു. കൃഷ്ണ. അതുപോലെ തന്നെ സുകുമാര പ്രഭു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പ്രസാദൊക്കെ നടത്തി ഒരുപാട് സഹായിക്കുന്നതാണ്. ഈ പ്രാവശ്യം കുമാര പ്രഭു മാതാജിയായിട്ട് വന്നിരിക്കുകയാണ്. മാതാജിയുടെ കീർത്തനത്തിൽ എക്സലന്റ് ആണ്. മാതാജി പ്രഭു രണ്ടുപേരും കീർത്തനത്തിൽ അപ്പം അവരുടെ രണ്ടുപേരുടെ അസോസിയേഷൻ ഉണ്ടായി. അപ്പൊ അതിന് ഒരുപാട് താങ്ക്സ് രണ്ടുപേർക്കും. അവർ ഈ കൂടിയിരിക്കുന്ന ഓരോടും മനസ്സിലേക്കും അതായത് ഇത്രയും പ്രതിസന്ധികളുണ്ടായിട്ടും ഈ സത്സംഗത്തിൽ നിങ്ങളേലും വന്നല്ലോ. അപ്പം അത് കാരണം നിങ്ങളോടുള്ള നന്ദി എത്ര പറഞ്ഞു എനിക്ക് പറയാൻ വാക്കുകളില്ല. അപ്പം വീണ്ടും നിങ്ങൾ ഭഗവാന്റെ സേവ മുന്നോട്ടുള്ള ജീവിതം മുന്നോട്ട് പോവുക. ബാക്കിയൊന്നുമില്ല നമ്മുടെ ജീവിതത്തിലെ ഭഗവാന്റെ നാമവും അതുപോലെ ഭഗവാന്റെ ഭക്തര്. അപ്പൊ ഈ ഭഗവാന്റെ ഭക്തരുടെ കൂടെ എപ്പോഴും നമ്മുടെ തിരിച്ചുവാണെങ്കിൽ നാമവും സാത്വിക ഗുണത്തിൽ അങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മായ പേര് പിടിക്കും. മായ പേര് പിടിക്കാൻ അങ്ങനെ പിടിയായിരിക്കും. എത്ര പേര് നമുക്കറിയാം 30-35 പേര് സത്സംഗത്തിൽ എത്ര പേര് ഇപ്പോഴും ഉണ്ട്, എത്ര പേര് പോയി നമുക്കറിയാം. അപ്പൊ ഭൗതിക ശക്തിയുടെ ആധിശക്തിയിൽ നിന്ന് വിട്ടുമാറുന്നത് തീർച്ചയായിട്ടും നമ്മുടെ എന്താണ് സത്സംഗത്തിൽ ഇരിക്കണം. അതായത് ABCD എന്ന് പറയുന്ന ആ 5 കാര്യങ്ങൾ. A ഫോർ അസോസിയേഷൻ. ആദ്യം പറയുന്നതാണ് അസോസിയേഷൻ. അതായത് അസോസിയേഷൻ വൈഷ്ണവ അസോസിയേഷൻ. അതായത് മറ്റന്മാരുമായിട്ടുള്ള അസോസിയേഷൻ നമ്മൾ ഈ കാര്യത്തിൽ മായ നമ്മുടെ വന്ധീകരിപ്പിക്കും. പിന്നെ എന്താണ് B ഫോർ ബുക്രീലി എന്താണ് ഭഗവത്ഗീത ശ്രീമദ് ഭാഗവതം മാത്രം വായിച്ചാൽ മതി എന്നുള്ള ആചാര്യന്മാർ ഒരുപാട് വേദങ്ങളോ ഉപനിഷത്തുകളോ ഒന്നും പഠിക്കാൻ നമുക്ക് പറ്റില്ല. C ഫോർ എന്താണ് ചാറ്റിക്കാൻ ഹരേ കൃഷ്ണ മഹാപ്രഭു. അതുപോലെ D ഫോർ
ഡയറ്റ്. എന്താണ് ഡയറ്റ്? ഡയറ്റ് കൃഷ്ണപ്രസാദം മാത്രം കഴിക്കാൻ ശ്രമിക്കുക. ഈ 4 എന്താണ്? എത്തിക്കേസ്, വൈഷ്ണവ എത്തിക്കേസ്, വൈഷ്ണവ ആചരണം. വൈഷ്ണവ ആചരണം നിയമനിയമങ്ങൾ അതിന്റെ ധർമ്മത്തിലെ 4 സ്തംഭങ്ങളാണ് അല്ലെ? വൈഷ്ണവൻ എങ്ങനെയാണ് വൈഷ്ണവൻ എങ്ങനെയാണ് അതായത് അവരുടെ ഇരിക്കുന്നത് മുതല് എങ്ങനെയാണെങ്കിലും എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഏതൊക്കെ പാലിക്കാൻ പറ്റും അതിലായിട്ട് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാം. അതുകൊണ്ട് ഈ ABCD എന്നുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പൊ എല്ലാവർക്കും കൃഷ്ണഭക്തി ഉണ്ടാകട്ടെ. എല്ലാവർക്കും നാളെ ശരീരയാത്രയ്ക്കും ഒക്കെ ഒരു പൂർണ്ണമായിട്ടും എല്ലാ ആളുകൾക്കും വളരെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുകയാണ്. ആരതി എല്ലാം റെഡിയാക്കി നമുക്ക് വേഗം ആരതി ചെയ്യാൻ പെട്ടെന്ന് തന്നെ പ്രസാദം കഴിഞ്ഞ് കുളിച്ചു കഴിഞ്ഞ് നാളെ 4:00 ബസ്സിന് കയറണം. നാളെ 4:00 അതുകൊണ്ട് എല്ലാവരും ടയർഡ് ആയിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആരതി കഴിഞ്ഞ് പ്രസാദം നീറ്റ് നാളെ ചപ്പൻപുണ്ട് രഥയാത്രയ്ക്ക് ശേഷം. നാളെ ഒരു നാമജപം ചപ്പൻപും ഉണ്ടാകും. രഥയാത്ര ഉണ്ടാകും. രഥയാത്ര ഏറ്റുമാനൂർ കമ്മ്യൂണിറ്റിന്റെ അടുത്ത് വരെ മഹാദേവൻ ജഗന്നാഥന് മഹാദേവനെ കാണുന്ന ആഗ്രഹവും അതുപോലെ മഹാദേവൻ ജഗന്നാഥനെ കാണുന്ന ആഗ്രഹവും നമ്മൾ സാധിച്ചു കൊടുക്കാൻ പോവാണ്. പിന്നെ അവരാണ് നമ്മളുടെ ഭാവി തീരുമാനം. അപ്പം എല്ലാവരും ആ ചടങ്ങിൽ പങ്കെടുക്കാം. ഹരിമോൻ ഹരേ കൃഷ്ണ. നമുക്ക് എല്ലാവർക്കും ആരതിക്ക് വേണ്ടിയിട്ട് പ്രസാദ ഹാളിലേക്ക്. പ്രസാദ ഹാള് 3rd ഫ്ലോറിലാണ്. ലിഫ്റ്റിൽ കയറിയിട്ട് 3rd ഫ്ലോർ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുപശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ ചൈതന്യ പ്രഭു. മാലിനി മാതാജി ഉണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഹരി പോലെ ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ആദ്യം മുതൽ കാണുന്നുണ്ടായിരുന്നു. കാണുന്നുണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഞങ്ങൾ പ്രസാദം കഴിക്കാൻ പോകും. ഈ പ്രോഗ്രാം കാരണം നമ്മുടെ ഒരു ഭക്തരക്ഷ ഇന്ന് ക്യാൻസൽ ചെയ്തിരിക്കുകയായിരുന്നു. ഇത് ഭംഗിയായിട്ട് നടന്നു. പറഞ്ഞാ മതി. ഹരേ കൃഷ്ണ മാതാജി. ഹരി പോലെ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരി ബോൽ. ഹരേ കൃഷ്ണ. പൊന്നമ്മ മാതാജി, ജ്ഞാനാംബിക മാതാജി, ജ്ഞാനാംബിക മാതാജി, അതുപോലെ തന്നെ സൗദ മാതാജി, ശോഭന മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും താങ്ക്സ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എങ്ങനെയുണ്ട് പൂജയൊക്കെ? ഹരേ കൃഷ്ണ. ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് പ്രഭു. ഞങ്ങൾ രണ്ടാളും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പ്രഭു ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം മിസ്സായി പ്രഭു. അപ്പൊ എന്തായാലും വീഡിയോ എല്ലാം അയക്കാം. പ്രഭു കാണാൻ ഒരാഴ്ചയ്ക്ക് ശേഷം അയക്കാം. അപ്പൊ എല്ലാം കാണാം. ഇനി അടുത്ത പ്രാവശ്യം പ്രഭു തീർച്ചയായിട്ടും പങ്കെടുക്കാം. ഓക്കെ. നാട്ടിലുണ്ടാൽ റെഡി ആയിട്ടും ഉണ്ടാവും. ഹരി ബോൽ. നാട്ടിലുണ്ടാവും. ഹരേ കൃഷ്ണ. എല്ലാരും ഉണ്ട് ഇവിടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പോയിരിക്കുവായിരുന്നു. മായാപൂരും അവിടൊക്കെ പോയിരിക്കുവായിരുന്നു. ഇവിടൊക്കെ ഉണ്ട്. പൊന്നമ്മ മാതാജി. ഹരേ, ഒരു മിനിറ്റ്. വിലാസിനി മാതാജി, അവരൊക്കെ ഹരേ കൃഷ്ണ. ഞങ്ങൾ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ ഹരേ കൃഷ്ണ. അവരെ കാണുന്ന ജ്ഞാനാംബിക മാതാജി. ജ്ഞാനാംബിക മാതാജി. ഞങ്ങൾ ഇവിടെ വന്ന് കുറെ നാൾ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സമയത്ത് ആള് കുറഞ്ഞു. 17 പേരുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ പ്രഭു. കണ്ടമാനം ആളുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം കണ്ടമാനം ആളുണ്ടായിരുന്നു. അതെ 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 അതെ. വെളിയിൽ നിന്നുള്ളവരുണ്ടായിരുന്നല്ലോ. വെളിയിൽ നിന്നുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു 10-70 പേരോളം ഉണ്ടായിരുന്നു. അതെ അതെ. പുസ്തകത്തിന്റെ കാര്യം നാളെ പറഞ്ഞാൽ മതിയോ എന്ന് പറയണം. ചെയ്യണം സ്കൂളിന്റെ സമയത്ത്. പുസ്തകത്തിന്റെ കാര്യം നാളെ പറയണം, ഇന്ന് പറയണോ? ശരി എന്നാ. ഹരി ബോൾ. ഹരേ കൃഷ്ണ.